Precolorum Siantanamas, Raboloron Gini Antarbashasiant, Hallelujah, Rabashasarama, Antana, Birbulur, Biatiana, Varshus Manatia, Precol Manashas Mono, Barbashas Santana Baya, Ebortuno, Shasmana, Rabashus Manarata, Hallelujah, Asurbi, Hallelujah, Hallelujah, praise കർത്താവേ, കൃപച്ച ഈ ഒരു ദിവസത്തിനായി സ്തുതിക്കുന്നപ്പ. എത്രയോ പേർ കർത്താവെ ഇന്ന് ഈ പകൽക്കാലം കാണാൻ ഈ ലോകത്തില്ല. പക്ഷേ കർത്താവെ, ഒരു യോഗ്യതയുമില്ലെങ്കിലും ഞങ്ങൾ കർത്താവ് സ്തുതിക്കുന്നു. കർത്താവെ, രാവിലെ കാണുവാൻ ഉള്ള കൃപ ഞങ്ങൾ ചെയ്തല്ലോ കർത്താവെ. വിശ്വപ്പിച്ച എത്രയോ പേർക്ക് സമാധാനമില്ല, സന്തോഷമില്ല കർത്താവെ. അല്ലെങ്കിൽ നടക്കുമ്പോഴും കർത്താവെ, ഞങ്ങളെ അങ്ങയുടെ പാദപീഠത്തിൽ ഇരുത്തുവാനുള്ളൊരു വലിയൊരു ഭാഗ്യം കർത്താവെ ഞങ്ങൾക്ക് കർത്താവ് ചെയ്തല്ലോ അപ്പ. അങ്ങ് ഞങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി പറയുന്നപ്പ. കഴിഞ്ഞ ഒരാഴ്ച കാലം കർത്താവെ കല്ല് തട്ടാതെ കർത്താവെ ഞങ്ങൾ ഓരോരുത്തരെയും സൂക്ഷിച്ചല്ലോ കർത്താവെ. കർത്താവ് വാഹനങ്ങൾ ഓടിച്ചപ്പോൾ കർത്താവെ, ഓരോ സ്ഥലങ്ങളിൽ യാത്രകൾ ചെയ്തപ്പോൾ കർത്താവെ, ഞങ്ങൾ ഓരോ സ്ഥലങ്ങളിലായിരുന്നപ്പോൾ കർത്താവെ, വലിയ വലിയ ദുരിതങ്ങൾ കർത്താവ് ഈ ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവ്, മറ്റുള്ളവർക്കെല്ലാം സംഭവിക്കുമ്പോൾ കർത്താവെ, പക്ഷെ ഞങ്ങളെല്ലാം കർത്താവെ ഞങ്ങളുടെ കൂടെ ഉള്ള ദൂതന്മാരെ കൊണ്ട് കർത്താവ് കാവൽ ചെയ്തല്ലോ അപ്പ. അങ്ങനെ സ്തുതിക്കുന്ന കർത്താവെ, ഞങ്ങൾ സഭയിൽ കർത്താവെ കുഞ്ഞു മക്കൾക്കായി ഞങ്ങൾ സ്തുതിക്കുന്നു കർത്താവെ. അവരെയും കർത്താവെ അപ്പൻ്റെ കരത്തിലെടുത്ത് കർത്താവെ താങ്ങിയല്ലോ കർത്താവെ. വന്ന വഴികളിലെല്ലാം കർത്താവിൻ്റെ കരം കൂടെ ഇരുന്നതിന് നന്ദിയപ്പ. ചോദിച്ച കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കർത്താവെ ഞങ്ങൾ ഓരോ വിഷയത്തിൽ ഞങ്ങൾ കരുതിയതിനായി നന്ദിയപ്പ. കർത്താവെ, ഞങ്ങൾ ആരുടെ മുന്നിലും കർത്താവെ തല കുനിച്ച് നിൽക്കാതെ കർത്താവെ അങ്ങ് ഞങ്ങൾ തല ഉയർത്തിപ്പിടിച്ചതിനായി നന്ദിയപ്പ. തന്ന എല്ലാ നന്മകൾക്കും നന്ദിയപ്പ. കർത്താവെ, തന്ന ആരോഗ്യത്തിനായി നന്ദിയപ്പ. എല്ലാത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു കർത്താവെ. യേശുപ്പച്ച, ഞങ്ങളുടെ വിഷയങ്ങളെല്ലാം അപ്പൻ്റെ പാദപീഠത്തിലേക്ക് ഞങ്ങൾ തരുന്നതാ കർത്താവെ. യേശുപ്പച്ച, ഇന്നത്തെ ആരാധനയ്ക്കായി ഞങ്ങൾ ഏൽപ്പിച്ചു തരുന്ന കർത്താവെ. യേശുപ്പച്ച, ഈ ഒരു പട്ടണത്തിനകത്ത് കർത്താവെ ഈ ഒരു സഭ എഴുന്നേൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ കർത്താവെ, അങ്ങയുടെ കൃപയിൽ കർത്താവെ, കർത്താവ് മറ്റുള്ളവരിത് വലിയൊരു കർത്താവെ മലയുടെ മണ്ടയ്ക്കിരിക്കുന്ന കർത്താവെ വലിയൊരു പ്രകാശം കർത്താവെ ഈ ദേശം കാണുവാൻ കർത്താവെ ഈ സഭയെടുത്ത് ഉപയോഗിക്കണം കർത്താവെ. യേശുപ്പച്ച, ഈ സഭയിൽ ഇരിക്കുന്ന ഓരോ ആൾക്കാരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്നത് സഭാരാധന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പച്ച, അങ്ങ് ഞങ്ങളിവിടെ കൊണ്ടുവന്നെങ്കിൽ കർത്താവെ ഞങ്ങളെ നിറച്ചിട്ട് മാത്രമേ ഞങ്ങൾ തിരിച്ച് അയക്കാവൂ കർത്താവെ. അടുത്ത ഒരാഴ്ച കർത്താവെ ഞങ്ങൾ കർത്താവെ കൂടെ ഇരുന്ന് കാക്കുന്ന കൃപയ്ക്ക് നന്ദിയപ്പ. ഞങ്ങൾ സഭാരാധന ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവ്. ഞങ്ങൾ വർഷിപ്പ് ടീമിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പച്ച, വർഷിപ്പിൽ കയറി നിൽക്കുമ്പോൾ തന്നെ കർത്താവെ അങ്ങയുടെ സാന്നിധ്യം ഞങ്ങൾ തിരിച്ചറിയുവാൻ കർത്താവെ അങ്ങ് ഇവിടെ ഇറങ്ങി നിൽക്കുന്നതിനായി നന്ദിയപ്പ. കർത്താവെ, അങ്ങയുടെ സാന്നിധ്യം അങ്ങ് ഇവിടെ വന്നതിനായി നന്ദിയപ്പ. ഹോളി സ്പിരിറ്റ് ഞങ്ങൾ വെൽക്കം ചെയ്യുന്നു കർത്താവെ. യേശുപ്പച്ച, ദേവദാസനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. പറയുന്ന ഓരോ വാക്കും കർത്താവെ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് കർത്താവെ ആത്മാവിൽ പ്രവചിപ്പാൻ കർത്താവെ ആത്മാവിൽ നിറഞ്ഞ് ശുശ്രൂഷിപ്പാനുള്ള കൃപ കർത്താവ് കൊടുക്കുന്നതിന് നന്ദിയപ്പ. ഏൽപ്പിച്ചു തരുന്ന കർത്താവെ രക്തത്താൽ മുദ്രയിടണം കർത്താവെ. അവരെ, ആ കുടുംബത്തെ, ആ ഫാമിലിയെ ഞങ്ങൾ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ. യേശുപ്പച്ച, കർത്താവെ അവരൊരു പട്ടണത്തിൽ കർത്താവെ അവരൊരു പട്ടണത്തിൽ ഒരു സാക്ഷിയായിരിക്കട്ടെ കർത്താവെ. കർത്താവ് ഒരു സാക്ഷിയായിരിക്കട്ടെ കർത്താവ്. കൊടുത്ത നന്മകൾക്കായി കർത്താവ് മക്കൾക്കായി സ്തുതിക്കുന്നു കർത്താവ്. യേശുപ്പച്ച, വന്നിരിക്കുന്ന ഓരോരുത്തരെയും ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. ബലപ്പെടുത്തണം, ശക്തീകരിക്കണം. മറ്റുള്ള സമയമെല്ലാം കർത്താവിൻ്റെ സാന്നിധ്യം ഇറങ്ങി നിൽക്കട്ടെ. ഞങ്ങളുടെ സാന്നിധ്യം എല്ലാവരും തിരിച്ചറിയട്ടപ്പ. ശരീരത്തിൽ കർത്താവെ അളവ് കൊള്ളാതെ കർത്താവെ അങ്ങ് നിറയ്ക്കുന്നതിനായി നന്ദിയപ്പ. ഇന്നത്തെ മീറ്റിംഗ് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നപ്പ. വർഷിപ്പിനെ ഒന്നുകൂടെ തരുന്ന കർത്താവെ, അവരാരാധിച്ച് തുടങ്ങുന്നത് മുതൽ കർത്താവെ യേശുപ്പച്ച വലിയൊരു ദൈവമഹത്വം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി, അങ്ങയുടെ സാന്നിധ്യം ഇവിടെ നിറഞ്ഞു നിൽക്കുന്നതിനായി സ്തുതിക്കുന്നപ്പ. ഏൽപ്പിച്ചു തരുന്നു തൻ്റെ പാദപീഠത്തിൽ തന്നെ. His amazing presence tangibly here in the midst of us. Experience that. Hallelujah. Don't get distracted. Stay connected to heaven. This is a time that you and your God, and say to him that you are my Lord, Lord Jesus. I will worship you till the end of my life. Hallelujah. Thank you, Jesus. Thank you, Lord. Hallelujah. അസാധ്യമായ എനിക്കൊന്നുമില്ല, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം.
അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ യേശു എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ യേശു എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ആമേൻ, ഹല്ലേലൂയ. ഓ ഭാരം പ്രയാസങ്ങൾ വന്നിടാതെ എൻ്റെ യേശു എന്നെ കാത്തുകൊള്ളും. ആമേൻ. ഭാരം പ്രയാസങ്ങൾ വന്നിടാതെ എൻ്റെ യേശു എന്നെ കാത്തുകൊള്ളും. ആമേൻ. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. ബുദ്ധിക്കതീതമാം ദിവ്യ സമാധാനം എൻ്റെ ഉള്ളത്തിലവൻ നിറയ്ക്കുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. അസാധ്യമായ എനിക്കൊന്നുമില്ല. എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ആമേൻ. അസാധ്യമായ എനിക്കൊന്നുമില്ല. ശക്തനാക്കുന്നവൻ മുഖാന്തിരം. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ യേശു എന്നെ നടത്തുന്നു. ബുദ്ധിക്കതീതമാമത്യത്ഭുതങ്ങളാൽ എൻ്റെ യേശു എന്നെ നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികൾ ജയിക്കും ഞാൻ. വചനത്തെ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തെ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. സാത്താന്റെ ശക്തികളെ ജയിക്കും ഞാൻ. വചനത്തിൻ ശക്തിയാൽ ജയിക്കും ഞാൻ. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. ബുദ്ധിക്കതീതമ ശക്തി എന്നിൽ നിറച്ചെന്നെ ജയാളിയായി നടത്തുന്നു. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ഹല്ലേലൂയ. സാധ്യമേ, എല്ലാം സാധ്യമേ, എൻ്റെ യേശുവൻ കൂടെയുള്ളതാ. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക്
കുറ്റം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും ആമേൻ കുറ്റോരും ഉടയോരും തള്ളിക്കളഞ്ഞു. കുറ്റം മാത്രം പറഞ്ഞങ്ങു രസിച്ചപ്പോഴും നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കും ഞാൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കും ഞാൻ. ഓ ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും ഉയരില്ല എന്നു നിനച്ചു. കാലുകളേറെ കൂടെ വഴുതിപ്പോയി ഒരിക്കലും എന്നു നിനച്ചു. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കും ഞാൻ. നീ മാത്രമാണ് എന്നെ ഉയർത്തിയത്. സന്തോഷത്തോടെ അങ്ങേ ആരാധിക്കും ഞാൻ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ആരാധിപ്പാൻ നമുക്ക് കാരണമുണ്ട്. കൈകൊട്ടി പാടാനേറെ കാരണമുണ്ട്. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ആമേൻ ഹല്ലേലൂയ നമ്മുടെ യേശു ജീവിക്കുന്നു. ജീസസ് is alive. Jesus is alive. Hallelujah. Let us celebrate because our Jesus is alive. Oh, celebrate, celebrate, celebrate the victory of the Lord. Hallelujah, celebrate, celebrate, celebrate the
hallelujah. In the presence of my enemy, I raise a hallelujah, louder than the unbelief. I raise a hallelujah, my weapon is a melody. I raise a hallelujah, the heaven comes to fight for me. I wanna sing in the middle of the storm, louder and louder, gonna hear my praises roll. Up from the altar, open let I, that is defeated, my Jesus alive. Sing a little louder, oh sing a little louder, 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 oh, sing a little louder, sing a little louder. I raise a hallelujah in the presence of my enemy. I raise a hallelujah, louder than the unbelief. I raise a hallelujah, my weapon is a melody. I raise a hallelujah, the heaven comes to fight for me. I'm gonna sing in the middle of the storm, louder and louder, gonna hear my praises roll. Up from the altar, open let I, that is defeated, my Jesus alive. Sing a little louder, oh, oh, sing a little louder, sing a little louder, sing a little louder, hallelujah, sing a little louder, sing a little louder, sing a little louder, sing a little louder. Amen, hallelujah, yes Lord. Oh yes Lord, thank you Jesus, we give you glory, honor and praise. Water you turn into wine, open the eyes of the blind. There's no one like you, none like you. Into the darkness you shine, out of the ashes we rise. There's no one like you, none like you. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome and power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome and power. Our God, our God. Our God is greater, our God is stronger. God, you are higher than any other. Our God is healer, awesome and power. Our God, our God. Amen. Yes, Lord. Hallelujah. Hallelujah. Amen. Jesus, thank you, Lord. Hallelujah. Thank you, Lord Jesus Christ, for being with us, Lord, today. Thank you, Lord Jesus Christ, for helping us grow, Lord. And Lord, you've been with us for these past few weeks, Lord. We thank you, Lord Jesus Christ, for being with us, Lord. And you've given us a wonderful worship and a praise, Lord. We thank you, Jesus Christ, for being with us, Lord. We pray for everything and we pray that we'll all be able to grow, Lord.
that you will be with us and your mercy can be upon us, Lord. We thank you, Jesus Christ, we pray for all the things that will happen this week, Lord. Pray for all the plans, Lord. We pray for everything that's coming, Lord. Pray for your plan, Lord. We thank you, Jesus Christ, for being with us, Lord, with our worship, Lord. We thank you, Jesus. We pray in the mighty name of Jesus Christ. Amen. Amen. Hallelujah. Can we all say together, Amen? Hallelujah. Hallelujah. How many of you are happy today? Hallelujah. It's always good to experience and enjoy the presence of the Lord. We may be going through the difficult situations, but the Bible says always rejoice in the Lord. Hallelujah. Not rejoice in the situation. Turn in neighbor and say, not to rejoice in the situation. Rejoice in the Lord. Hallelujah. Hallelujah. Most of the time what's happening to us, when we go into the difficulties, or maybe it's an ongoing problems from the years and years, and we mingle with that and we walk according to the situation which God doesn't plan. There is a troublesome tribulations in this world, but God is giving each one of us the strength to overcome that situation, because the God is overcome every temptations and every difficulties in this world. When we understand there is someone who can guide each one of us forward, and there is someone where we can speak to always 24/7 without any limitation. When we understand that there is someone who can hold our hands when our own mother may forgive us. Hallelujah. When they cannot see our situations, there is someone who can see our current situation. Hallelujah. Amen. നമ്മുടെ സിറ്റുവേഷൻസ് നമ്മുടെ മാതാപിതാക്കളോ സഹോദരങ്ങളോ അറിയാത്ത വേളകളിൽ പോലും നമ്മുടെ കർത്താവ് നമ്മുടെ വിഷയങ്ങളെ അറിയുകയും Amen. അവൻ അതിലേക്ക് ഇറങ്ങി വന്ന് നമ്മുടെ കൂടെ നടക്കുകയും ചെയ്യുന്നവനാണ്. Our Lord is a Lord who is a good God. He will come down to our situation. You may not be experiencing that from your own parents or siblings. They may forget you or abandon you, but He is a God. He will come down to your situation and carry you in His own palm and uplift you from your situation. ഞാൻ പറഞ്ഞു, കാലങ്ങളായി ചിലപ്പോൾ നമ്മൾ ചില വിഷയങ്ങളൊക്കെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന വേളകളായിരിക്കാം. Sometimes we face a situation as an ongoing issue. ചിലപ്പോൾ വർഷങ്ങളായി കാണുമായിരിക്കാം ആ വിഷയങ്ങൾക്ക് മേൽ നമ്മൾ ആ സാഹചര്യവുമായി നമ്മൾ പൊരുത്തപ്പെട്ടു പോവുകയായിരിക്കാം. We might be adjusting with something that has happened in our life years and years. അത് രോഗമായിരിക്കാം, ചില മാനസിക വിഷയങ്ങളായിരിക്കാം, ചിലപ്പോൾ ചില ജീവിത സാഹചര്യങ്ങളായിരിക്കാം. Might be sickness, or maybe our circumstances in life, or maybe the life experiences. ചിലരോടൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഓ ഇത് കുറെ നാളായിട്ട് എൻ്റെ കൂടെ ഒരു സന്തത സഹചാരി പോലെ ഉണ്ട്, അതുകൊണ്ട് ഞാൻ ഇതൊക്കെ ആയിട്ട് അങ്ങോട്ട് കോപ്പപ്പ് ചെയ്ത് പോവുകയാണെന്ന് പറയും. Some people do say that when you ask question that how are you and how are you managing, they would say that I'm just coping with everything, just adjusting with everything. കഴിഞ്ഞ ഒരു ദിവസം ഞാൻ എൻ്റെ സഹോദരിയുമായി സംസാരിക്കുമ്പോൾ സഹോദരി പ്രകാരം പറയുകയുണ്ടായി, ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി ചേർന്ന് കഴിഞ്ഞു എന്ന്. When I was talking to my sister other day, and she said that it has become as her troubles and her situations are become. എങ്ങനെയെങ്കിലും കുറച്ച് ദിവസവും കൂടി ഈ ലോകത്തായിരുന്നിട്ട് അങ്ങോട്ട് പോയാൽ മതിയെന്ന്. She said that it's all become as a part and the routine of my life. I just want to be some more days in this world and then go from this world. ഇടയ്ക്ക് ആ സഹോദരി ഇപ്രകാരം പറഞ്ഞു എന്നോട്, ഒരു ദിവസം ഞാൻ ബിൽഡിങ്ങിന് മുകളിൽ വരെ കയറി നോക്കി അങ്ങോട്ട് തീർക്കുവാൻ വേണ്ടിയെന്ന്. She also said that I even tried to commit suicide, went on to the top of the building, tried to kill myself. ആ സഹോദരി കർത്താവിൽ വന്ന ഒരു വ്യക്തിയല്ല. My sister is not in Christ. അതുകൊണ്ട് എനിക്ക് ആ സാഹചര്യത്തെ മനസ്സിലാക്കുവാൻ കഴിയും.
I could understand and discern the situation എന്നാൽ correctly. ഇന്ന് പല നമ്മുടെ ഹല്ലേലൂയ കർത്താവിലായിരിക്കുന്ന നമ്മുടെ സഹോദരി സഹോദരന്മാരും മാതാപിതാക്കളുടെയും അവസ്ഥ ഇത് തന്നെയത്രേ. But similarly, some of us being in the Christ, we are also facing the situations. ഒന്നുകിൽ അവർ ആ സാഹചര്യവുമായിട്ട് അങ്ങോട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ ശ്രമിക്കുന്നു, Either they are trying to adjust with the situations, ഇല്ലെങ്കിൽ ആ അവസ്ഥയിൽ നിന്ന് ഒളിച്ചോടുവാനായിട്ട് മറ്റൊരു മാർഗം തേടുന്നു. or they are trying to run away from the situation and finding a way for it. ഒരിക്കലും അവർ അതിൽ നിന്ന് പുറത്തു വരുവാനും ദൈവം നമുക്ക് വേണ്ടി പദ്ധതി ചെയ്തത് എന്തെന്ന് അറിയുവാനും ശ്രമിക്കുന്നില്ലത്രേ. They are not realizing what God has prepared for them, or what God's plan about their life. They are not trying to do that. കഴിഞ്ഞ ആഴ്ചകൾക്ക് മുന്നേ കഴിഞ്ഞ മാസമാണെന്ന് തോന്നുന്നു ഞാൻ എടുത്ത ഒരു വിഷയമാണ് ദൈവത്തിൽ നിന്ന് നമ്മുടെ പദ്ധതിയെ വേർതിരിച്ചറിയുക. ദൈവത്തിന് നമ്മളിൽ ഒരു പദ്ധതി ഉണ്ട് എന്നുള്ളത്. We had already discussed about this matter, that the purpose of the life or God's purpose in our life. യഥാർത്ഥമായും ആ വിഷയത്തിൽ നിങ്ങൾ അന്ന് ചിന്തിച്ചിരുന്നു എങ്കിൽ, ഇല്ലെങ്കിൽ അത് കേട്ടിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ ഇപ്രകാരം ഒരു ചിന്തയിലേക്ക് കടന്നു വരുവാൻ ഇടവരത്തില്ല. I mean, if you have really heard that one, get that message, you would never think about running away from your situation. ഹല്ലേലൂയ. Hallelujah. നമുക്ക് ഈ പകൽക്കാലം കർത്താവിന്റെ കരത്തിലേക്ക് കൊടുത്തു ഒരു നിമിഷം കൂടി പ്രാർത്ഥിക്കാം. Once again, let us all submit into പരിശുദ്ധ the പിതാവേ, ഈ പകൽക്കാലം അവിടുത്തെ പുത്രനും ഞങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ അവിടുത്തെ തിരുസന്നിധിയിലേക്ക് താഴ്ത്തി സമർപ്പിക്കുന്നു. Let us bow down and pray in the presence of the Lord and say that Father God Almighty, our Redeemer, in the name of the Lord Jesus Christ, we pray right now in oneness and togetherness. അവിടുത്തെ തിരുക്കരം ഈ പകൽക്കാലം ചലിക്കുന്ന ദിവസമായി തീരട്ടെ. Thank you for moving your holy hand in the midst of us. നിങ്ങൾക്ക് സമാധാനം തന്നേച്ചു പോകുന്നുവെന്ന തിരുവചന പ്രകാരം ഈ പകൽക്കാലം അവിടുന്ന് നൽകിയിട്ട് പോയ സമാധാനം ഞങ്ങളിൽ നിന്ന് റീസ്റ്റോർ ചെയ്യപ്പെടുമാറാകട്ടെ. Lord, as you said that I'm giving my peace unto you, Lord, let your peace come and abide in the midst of us. ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന യഹോവയാം ദൈവം എന്ന വാഗ്ദത്ത പ്രകാരം ഈ പകൽക്കാലം ഞങ്ങൾക്ക് വേണ്ടി യുദ്ധത്തിന് അവിടുത്തെ കാലിലെ കരം ചലിക്കുന്ന ദിവസമായി As he promised that I would come down and the battle belongs to me, I will fight the war and the battle for you. സങ്കീർത്തന പുസ്തകം 1:47 ഹല്ലേലൂയ പറയുന്നത് പോലെ മനം തകർന്നവരെ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യുന്ന അവിടുത്തെ അത്ഭുത കരം ഈ പകൽക്കാലം ചലിക്കപ്പെടുമാറാകട്ടെ. Psalm chapter 1 verse 47 says like this. 147 verse 3. 47 verse 3 says like this. All those who are burdened and crying in their situation and sorrowful in their situation, I will come down and console you and give you the peace. Hallelujah. Hallelujah. അവിടുന്ന് അത്ഭുതം ചെയ്യുന്നതിനായി നന്ദി. Thank you for doing the miracle in the midst In of us. Jesus' name we pray. In Jesus' mighty name we pray. ആമേൻ ആമേൻ. ജസ്റ്റ് അടുത്തിരിക്കുന്നവരുടെ കരങ്ങൾ കൊടുത്തിട്ട് പറഞ്ഞിട്ട് കർത്താവിന്റെ സൗഖ്യത്തിന്റെ കരം നമ്മളെ സ്പർശിക്കുന്നത്. Turn to your neighbor and say, this is the day that you experience the wonders and miracles and the healing power of the Lord. Hallelujah. Hallelujah. നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത് സാഹചര്യത്തിലൂടെ പോകുവാനല്ലത്രേ. One thing that we need to understand, God has not called us to adjust and cope up with the situation. നമ്മളെ ഹല്ലേലൂയ ഒരു കൂട്ട് ബിസിനസ്സിലേക്ക് കൂട്ടിച്ചേർത്തവനാണ് നമ്മുടെ കർത്താവ്. Amen. He has called us to be the co-partners in the business. അത് മറ്റ് ഈ ലോകക്കാരുമായിട്ടുള്ള ഒരു ബിസിനസ് അല്ല, ലോകക്കാരുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടല്ല, അത് കർത്താവ് യേശു ക്രിസ്തുവുമായിട്ടുള്ളതത്രേ. That's not talking about your co-partnership with the world. It is a partnership with God himself. കാരണം അപ്രകാരമുള്ള വചനം പറയും, നിങ്ങളെ അവൻ ക്രിസ്തുവിൽ അത്ര വീണ്ടെടുത്തിരിക്കുന്നത് എന്ന്. That's why the word say that you have been redeemed in Christ Jesus. അപ്പോൾ പിതാവ് പുത്രന് നൽകിയിരിക്കുന്ന സകല മേഖലകൾക്കുമേലുള്ള അധികാരവും അവൻ ആ പുത്രനിലൂടെ വീണ്ടെടുക്കപ്പെട്ട തന്റെ ജനത്തിന് കൈമാറ്റം ചെയ്തിരിക്കുന്നു. So whatever the authority that the Father Almighty given to his Son, that has been given to those who have been redeemed by his name. ഇന്ന് ഒരു ഹല്ലേലൂയ ഹെഡിങ് കൊടുക്കുകയാണെങ്കിൽ ഞാൻ ഇപ്രകാരം പറയും, മനം നുകർന്നവരെ ഹല്ലേലൂയ മുറിവ് കെട്ടുന്ന കർത്താവ് എന്ന്. If I give a topic for today's message, the God who is mending the heart of those who are broken. ഇല്ലെങ്കിൽ how to restore the broken character. How to restore the broken character. Hallelujah. Amen. ഈ പകൽക്കാലം അപ്രകാരം ആരെങ്കിലും എന്നെ കേൾക്കുന്നുവെങ്കിൽ ഞാൻ കർത്താവിൽ ഉറപ്പിച്ച് ഞാൻ പറയട്ടെ. If any of you are listening me this morning, I would give you assurance. സങ്കീർത്തനം 34:18 വാഗ്ദത്തം ചെയ്യുന്ന പ്രകാരം തന്നെ. Psalm 34 verse 17. ഇവിടെ പറയുന്നു ഹല്ലേലൂയ,
നീതിമാന്മാർ നിലവിളിച്ചു, യഹോവ കേട്ടു, സകല കഷ്ടങ്ങളിൽ നിന്നും അവരെ വിടുവിച്ചു എന്ന്. Amen. It says that the righteous cry and the Lord heareth and delivers them out of their troubles. ഹല്ലേലൂയ. Hallelujah. ഈ പകൽക്കാലം ഒരു നീതിമാൻ ഇതിനു മധ്യയുണ്ടെങ്കിൽ ദൈവം വിടുവിക്കുക തന്നെ Amen. Amen. ചെയ്യും. If you are a righteous person who is crying before the Lord, God will definitely deliver you from your troubles. ആരാണ് ഈ നീതിമാന്മാരുടെ പട്ടികയിൽ വരുന്നത്? Who is coming into the list of righteous? ദൈവത്തിന്റെ പദ്ധതി പ്രകാരം വിളിച്ചു ചേർക്കപ്പെട്ടവരത്രേ ഈ നീതിമാന്മാർ എന്ന് Oh, പറയുന്നത്. those who are called according to the plan of the Lord, they have been called as the righteous. അവർ യഹോവയെ ദൈവത്തിൽ വിളിച്ച് അപേക്ഷിച്ചാൽ യഹോവയെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യുമെന്ന് If those who are righteous cry, those who are called as righteous, and they cry out in the presence of the Lord, then definitely He will hear your cry. ഹല്ലേലൂയ. Hallelujah. മനം നുകർന്നവരായ അവരുടെ മുന്നിൽ ഉണ്ടാകേണ്ട ഒരു ചോദ്യമുണ്ടത്രേ. All those who are crying in front of Him, there is a question to ask. അത് സാധാരണ എല്ലാവരും ഉളവാകുന്നത് തന്നെ അത്രേ. This question is normal and natural. എന്തുകൊണ്ട് എന്ന്. Why this is happening? അത് എല്ലാവരും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, എന്തുകൊണ്ട് ഇത് എനിക്ക് എന്ന്. Why this is happening to me? മറ്റുള്ളവരെ നോക്കി അല്ല അവർ ചോദിക്കുന്നത്, അവർ തന്നെത്താൻ പലപ്പോഴും മുട്ടുമുട്ടും മടക്കി ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത് എന്തുകൊണ്ട് എന്ന്. Many times we ourselves ask that why this is happening to me. They're not looking at others. എന്താ ദൈവം ഉറങ്ങുകയാണോ എന്ന് ചില ചോദിക്കുക. Some people ask, is the God sleeping? ഓ എന്താ നമ്മുടെ ദൈവം ദയാലു എന്ന് വചനം പറയുന്നു, എന്നിട്ട് എന്തുകൊണ്ട് എനിക്കിത് സംഭവിച്ചു എന്ന് ചോദിക്കുന്നു. We always ask that God is a kind God. Why this is happening to me? ഓ ചിലർ ചോദിക്കും, ദൈവത്തിന്റെ വാഗ്ദത്തം എനിക്ക് ലഭിച്ചതാണല്ലോ, എന്നിട്ട് എന്തുകൊണ്ട് ഇത് സംഭവിച്ചു എന്ന്. Many people say that I've got promises still existing. Why this has happened to me? ഇതൊരു സാധാരണ ക്വസ്റ്റ്യൻ തന്നെയത്രേ. This is a natural, normal ഇത് question. പലപ്പോഴും ഉളവാകുന്നത് എവിടെ നിന്നെന്ന് Do ചോദിച്ചാൽ, you know where this is most of the time originated from? നമ്മുടെ ജീവിതത്തിൽ അപ്രതീക്ഷിതമായ ചില ബുദ്ധിമുട്ടുകൾ കടന്നു വരുമ്പോഴത്രേ ഇത് When you സംഭവിക്കുന്നത്. are facing unexpected situations and things are happening in your ഓ life. നമ്മുടെ തലമുറയിൽ ഒരാളുടെ ഹലില ഈ ആയുസെത്താതെ കാഹരണം നീങ്ങിപ്പോയാൽ അവിടെ ഒരു ക്വസ്റ്റ്യൻ മാതാപിതാക്കളിൽ നിന്ന് ഉദിക്കും. If there is something happen in the family as a death or something, early death happens in your life, and then the family will be asking a question. പലപ്പോഴും നമ്മൾ ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമല്ലേ അത്? We have asked that question many നമ്മൾക്ക് times. പരിചയമുള്ള ആരുടെയെങ്കിലും ജീവിതത്തിൽ ഒരു അപകടം സംഭവിക്കുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് അത് അവരുടെ ജീവിതത്തിൽ എന്ന്. We always ask the sort of questions even with the people's life when this happens. ഇല്ലെങ്കിൽ ഹല്ലേലൂയ, ദൈവത്തിന് വേണ്ടി സകലതും ചെയ്തുകൊണ്ടിരിക്കെ തന്നെ ചില നഷ്ടങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചാൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യം When you're standing for the kingdom of the Lord, but you're losing something in your life, you do ask this question again. അപ്രതീക്ഷിതമായ ഒരു ജോലി നഷ്ടപ്പെട്ടാൽ നമ്മൾ ചോദിക്കും, ഓ എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ ഇത് സംഭവിച്ചു എന്ന്. Unexpectedly you lose a job or you become redundant, then you might ask this question, why this has happened to ഇല്ലെങ്കിൽ me? ജീവിതത്തിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത തലത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകാതെ വരുമ്പോൾ ഉള്ളവാകുന്ന ഒരു ചോദ്യം അത്രേ ഇത്. This question is very natural for everyone as human being. We are all asked this question to God. പ്രിയ ദൈവപൈതലേ, നീ ഒരു യഥാർത്ഥമായ ഒരു ദൈവ പൈതലാണ് എങ്കിൽ If you are really a child of ഈ God, ക്വസ്റ്റ്യൻ വളരെ നല്ലത് തന്നെ. this question is really important. എന്നാൽ അതിന് ഉത്തരവും നീ തന്നെ കണ്ടുപിടിക്കണം. You also need to find the answer for it. അത് ലോകത്തിൻ്റെതായ മേഖലകളിലേക്ക് ഇറങ്ങിച്ചെല്ലുക എന്നുള്ളതല്ല. It's not that you get into the worldly thoughts. വചനം പറയുന്നു, എന്നെ വിളിച്ചവൻ വിശ്വസ്തൻ എന്ന്. The word say that the God who called me is a faithful God. അവൻ അത് പൂർത്തീകരിപ്പാൻ മതിയായവൻ എന്ന്. He is able to fulfill until the very അതെ end. പ്രിയതമൻ, ഈ ചോദ്യം ചോദിക്കുന്നത് നല്ലത് തന്നെ. It is good to ask questions. എന്നാൽ നിങ്ങൾ അവിടെ കരഞ്ഞിരിപ്പാനല്ല ദൈവം നിന്നെ It's വിളിച്ചിരിക്കുന്നത്. not for you to sit down and cry all the time. ഓ എന്നെ വിളിച്ച ദൈവം വിശ്വസ്തനെന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ അത്രേ. You got to have that confidence in God, the one who called me. He's a faithful God. He will fulfill all the promises till the very end. ഞാൻ പലപ്പോഴും പറയാറുള്ള ഒരു കാര്യം വീണ്ടും ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. I normally say this many times. നിങ്ങൾക്ക് ഒരുപക്ഷെ അരോചകമായി You തോന്നുമായിരിക്കാം. might be feeling that it's annoying. കാരണം പല പ്രാവശ്യം കേട്ടതാണല്ലോ എന്ന്. Or you might be thinking that I have been heard this many times. പക്ഷെ അവൻ മനം തകർന്നവരെ ഹല്ലേലൂയ മുറിവ് കെട്ടുന്ന ഒരു ദൈവം അത്രേ. He is a God who mend the heart of the broken. എല്ലാം ഉള്ളപ്പോഴല്ലത്ര ദൈവ സാന്നിധ്യത്തിൽ നിങ്ങൾ ഇരിക്കേണ്ടത്. It's not that everything you have at that point you are able to sit in the presence of God. അവിടെയും നിങ്ങൾ ദൈവത്തെ മറക്കരുത്. Don't forget the God in that situation. എന്നാൽ നിങ്ങൾ മനം തകർന്ന അവസ്ഥയിലാണോ കൂടുതൽ
കൂടുതൽ സമയം ദൈവസന്നിധിയിൽ So ചിലവഴിക്കണം. when you are in a situation that you are not able to control yourself and you are broken at that point, you need to spend extra ആ time. സമയത്തത്രേ നിങ്ങൾക്ക് ലഭിച്ച വാഗ്ദത്തങ്ങളെ നിങ്ങൾ ഓർക്കേണ്ടത്. At that moment, you need to start thinking about all the promises. ഓർത്താൽ മാത്രം പോരത്രേ, ഉദരത്തിൽ ഉരുവാകുന്ന ഒരു കുഞ്ഞിനെ പോലെ അതിനെ താലോലിക്കുകയും ചെയ്യണം. Remind yourself all the promises that you received. It's not only that a reminder, you need to nurture all that promises like a baby inside a womb. ഒരു നല്ല ഭാവി നിങ്ങൾ യഥാർത്ഥമായും ആഗ്രഹിക്കുന്നു എങ്കിൽ, If you're really expecting a good future, ആ കുഞ്ഞിനെ നിങ്ങൾ ഉദരത്തിലായിരിക്കുന്ന ഓരോ പ്രോമിസിനെയും നിങ്ങൾ ഓരോ ദിവസവും താലോലിച്ചുകൊണ്ടിരിക്കണം. you need to nurture the promises every day. അതിന് സാഹചര്യം വിപരീതമായിരിക്കാം, The situations are completely against. എന്നാൽ കേട്ട പ്രോമിസിനെ നിങ്ങൾ താലോലിപ്പാൻ തയ്യാറാണ് Man, if എങ്കിൽ, you're ready to nurture and protect all the promises that you heard, അത് നല്ല ഫലം കായ്ക്കുക തന്നെ it will ചെയ്യും. produce the right fruit. കാരണം നല്ല നിലത്ത് വീഴുന്ന ഓരോ വിത്തും നല്ല ഫലം കായ്ക്കുമെന്ന് വചനം പറയുന്നു. Because the word says that all those seeds are planted, sow into the good land, will produce a good fruit. അത് ആകയാൽ നിങ്ങളുടെ ഉദരത്തിൽ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിൽ നിക്ഷിപ്തമായിരിക്കുന്ന ഓരോ ദൈവ വാഗ്ദത്തങ്ങളും നിങ്ങൾ നല്ല വളക്കൂറ് പോലെ, നല്ല വളം കൊടുക്കുന്നത് പോലെ അതിനെ ഓരോ ദിവസവും നിങ്ങൾ പരിപാലിപ്പാൻ തയ്യാറാണ് എങ്കിൽ അത് ഏറ്റവും നല്ല വിത്ത് പുറത്തു കൊണ്ടുവരിക തന്നെ So ചെയ്യും. as you receive the promises as the good seed inside of your heart, you're ready to nurture it, you're ready to protect it and preserve it in the right way in the presence of the Lord, you will see the good fruit coming out of it. Hallelujah. Amen. Hallelujah. ഞാൻ പറഞ്ഞു, നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്ന നമ്മുടെ ഹൃദയം നുറുങ്ങുമ്പോഴത്രേ, When we are broken, then we'll ask this question. അങ്ങനെയെങ്കിൽ നമ്മൾ ഏറ്റവും ആദ്യം നമ്മുടെ ഹൃദയത്തിൽ നിക്ഷിപ്തമാക്കുകയും മൈൻഡിനെ പറഞ്ഞ് പഠിപ്പിക്കേണ്ടയും ഒരു കാര്യമുണ്ടത്രേ. There is one thing that we have to teach our mind in this situation. സാം 147:3 പറയുന്നത് പോലെ തന്നെ Psalms 137 verse 3. അവിടെ പറയുന്ന മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കുകയും അവരുടെ മുറിവുകളെ കെട്ടുകയും ചെയ്യും എന്ന്. Sorry, it's Psalm 147 verse 3. It says that he healeth the broken in heart and മുറിവുകളെ കെട്ടുകയും ചെയ്യും. bindeth up their wounds. ഹല്ലേലൂയ. Hallelujah. ആ വിഷയങ്ങളെ, പ്രശ്നങ്ങളെ മുറിവ് കെട്ടുവാനും അതിനെ നീക്കി മാറ്റുവാനും അതിനെ റിപ്ലേസ് ചെയ്യുവാനും മതിയായ ഒരുവൻ ഉണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുകയും ഏറ്റെടുക്കുകയും So you ചെയ്യണം. need to understand there is a God who's existing for your problems, for your broken situation, that he is able to mend it, bind it up, all the wounds and heal it. ഹല്ലേലൂയ. Hallelujah. ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം അതിന്റെ 4-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ നമുക്ക് ഒരു കാര്യം മനോഹരമായി കാണുവാൻ കഴിയുന്നു. Gospel chapter 4, book of Philippians chapter 4 verse 7, 6 and 7. 4 verse 6 and 7. 4 verse 6 and 7. ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രങ്ങളോടുകൂടെ ദൈവത്തെ അറിയിക്കുകയത്രേ വേണ്ടത് എന്ന്. Do not be anxious about anything, but in every situation, by prayer and petition, with thanksgiving, present your request to God. എന്നിട്ട് അതിന്റെ അടുത്ത വാക്യത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ പരിശുദ്ധാത്മാവ് ഇപ്രകാരം പറയുന്നു, എന്നാലോ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തേശുവിങ്കൽ കാക്കും എന്ന്. The 6th verse, the next verse says like that. And the peace of God, which passeth all understanding, shall keep your hearts and minds through Christ Jesus. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നമ്മുടെ മുറിവുകളെ ഉണങ്ങണമെങ്കിൽ, ഇല്ലെങ്കിൽ നമ്മുടെ വിഷയങ്ങൾ നീങ്ങി മാറണമെങ്കിൽ, നമ്മൾ പിതാവാം ദൈവത്തിന്റെ തിരുസന്നിധിയിൽ സ്തോത്രത്തോടും സ്തുതിയോടും കൂടി നമ്മുടെ വിഷയങ്ങളെ സമർപ്പിച്ചാൽ മാത്രമേ ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളിൽ നിറയുകയുള്ളൂ എന്ന് വചനം പറയുന്നു. So when you have a situation, you have to bring that all your troubles, all your burdens, all your worries unto the presence of the Lord with a thanksgiving. You need to bring it with a thanksgiving that you receive the answer for that. അല്ലാതെ ഈ വിഷയത്തിന് മേൽ നിന്ന് ഓടി ഒളിക്കുവാനോ ആ വിഷയങ്ങൾക്ക് മേൽ അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുവാനോ അല്ലത്രേ ദൈവം എന്നെയും നിന്നെയും വിളിച്ചു So we have വേർതിരിച്ചിരിക്കുന്നത്. been called not to adjust with the situation or sneak into the situation or do something about it and then cope with it somehow or run away from it.
No, we haven't called for that. ഞാൻ പറഞ്ഞു ആദ്യമേ തന്നെ ദൈവം എന്തുകൊണ്ട് എന്റെ ജീവിതത്തിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ചോദിച്ച് അതിന് ഉത്തരം നിങ്ങൾ തന്നെ വചനത്തിൽ നിന്ന് കണ്ടെത്തണം. So you got to have that answer that you asked about God, where is the God and why this is happening to me? You need to find an answer. രണ്ടാമത്തെ കാര്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സാഹചര്യത്തെ നമ്മൾ അവോയ്ഡ് ചെയ്യുവാൻ പഠിക്കണം. Next thing that we need to learn, how to avoid the situation. അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കോപ്പപ്പ് ചെയ്യുവാൻ ശ്രമിക്കുന്ന മേഖലകളെ അവോയ്ഡ് ചെയ്യേണ്ടത് അവോയ്ഡ് ചെയ്യുക തന്നെ So വേണമെന്നേ. if you're trying to cope up with something and then you are not able to be successful, then you should be able to avoid that situation അവോയ്ഡ് happening ചെയ്താൽ again. മാത്രം പോരത്രേ, മുന്നോട്ട് ഓടുക തന്നെ ചെയ്യണമത്രേ. Not only that you're avoiding the situation, you're running the race, successfully moving forward. അപ്പോസ്തലനായ പൗലോസ്, ഹല്ലേലൂയ, പൗലോസിന്റെ ജീവിതകഥ എടുത്താൽ നമുക്ക് അറിയുവാൻ കഴിയും. If you check the Paul's history in life, അദ്ദേഹം ഹല്ലേലൂയ ദമസ്കോക്കിലുള്ള യാത്രയുടെ മധ്യേ വെച്ച് ഹല്ലേലൂയ ആ പടിവാതിൽക്കൽ വെച്ച് പരിശുദ്ധാത്മാവുമായി ഒരു എൻകൗണ്ടർ ഉണ്ടാകുവാൻ ഇടയാവുന്നതും when Saul had an encounter with the Holy Spirit at the entrance of the city, the gate of the Damascus. അതിനുശേഷം ഹല്ലേലൂയ ദൈവ ശബ്ദം കേട്ട് അവൻ മുന്നോട്ട് പോകുമ്പോൾ സ്വന്തം ആളുകൾ തന്നെ അവനെ അകറ്റി നിർത്തുവാൻ ശ്രമിച്ചു അത്രേ. He heard the voice of the Lord. He followed the voice of the Lord. He decided to forward with that. But then his own people started abandoning him. കാരണം അവൻ ഉപദ്രവിച്ചിരുന്നവർ തന്നെയാണ് ഇന്ന് അവന്റെ ആളുകൾ എന്ന് പറയുന്നത്. So because he is the one who's been persecuting the God, and the same the people of the God is become as his own ഇവിടെ people. നമ്മൾ ശ്രദ്ധിക്കേണ്ട രണ്ട് പ്രധാന കാര്യമുണ്ടത്രേ. There are two things that we need to understand. ദൈവത്തിലേക്ക് ഇല്ലെങ്കിൽ ദൈവത്തെ അറിയുന്നതിന് മുന്നേ നിങ്ങൾക്കുണ്ടായിരുന്ന ചിലവർ തന്നെ ഇല്ലെങ്കിൽ നിങ്ങൾ ഉപദ്രവിച്ചുകൊണ്ടിരുന്നവർ തന്നെയായിരിക്കാം നിങ്ങൾ ദൈവത്തിലേക്ക് വന്നു കഴിയുമ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളായി തീരുന്നത്. So you have been persecuting somebody before you come to Christ, but they are the people who will become as your people later when you come to Christ. എന്നാൽ ക്രിസ്തുവിന് മുന്നേ അവരുമായിട്ട് നമ്മൾക്ക് വിദ്വേഷമായിരുന്നു എങ്കിൽ, Before you had bitterness with those people before coming to Christ. ആ വ്യക്തി അത് തന്നെയാണ് എങ്കിലും ക്രിസ്തുവിലായതിനു ശേഷം അവിടെ വിദ്വേഷമല്ലത്രേ, അവിടെ സ്നേഹമത്രേ ഉളവാകേണ്ടത്. So the person hasn't changed. That person hasn't changed. That same individual, after you come to Christ, you will see him through a different lens. ക്രിസ്തുവിൽ ഒരുമിച്ചായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഴയതെല്ലാം തീർന്നു പോയി സകലതും പുതിയതായി തീരുകയത്രേ ചെയ്യുന്നത്. So when you are in Christ, all that past things have gone. You will become a new creation in Christ. ഞാൻ ക്രിസ്തുവിലാകുന്നതിന് മുന്നേ കണ്ട ഡയന തന്നെയത്രേ ഇത്. Before I came to Christ, I had seen Diana before. എന്നാൽ ക്രിസ്തുവിലായതിനു ശേഷവും കാണുന്ന ഡയനയ്ക്ക് ഒരു രൂപവ്യത്യാസവും ഇല്ലത്രേ. There is no changes happened to Diana. എന്നാൽ ക്രിസ്തുവിലാകുന്നതിന് മുന്നുള്ള മനോഗതിയിലായിരിക്കരുത് ക്രിസ്തുവിലായതിനു ശേഷം ആ വ്യക്തിയുമായി നമ്മൾ ബന്ധം സ്ഥാപിക്കേണ്ടത്. I should not be having that attitude and my approach to that person. Before I was in Christ, I was seeing that person different lens, through the different lens. But I'm seeing the same person after coming to the Christ with a different approach, different attitude, and through a different lens. മുന്നുണ്ടായിരുന്ന നമ്മുടെ വിദ്വേഷങ്ങളും മനപ്രയാസങ്ങളും എല്ലാം അവിടെ ആ ദമസ്കോസിന്റെ പടിവാതിൽക്കൽ വെച്ച് തീർന്നു പോവുകയത്രേ ചെയ്യുന്നത്. All those bitterness, all that worries, all those the nitty-gritties that you had with somebody, at the entrance of the Damascus been finished. That's all been finished over there. അതുകൊണ്ടത്രേ അപ്പോസ്തലനായ പൗലോസ് പറയുന്നത് പിന്നുള്ളതിനെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നതേ ഇല്ലത്രേ, മുന്നോട്ട് നോക്കി വാഞ്ചയോടെ ഓടുന്നു എന്ന്. That's why Paul say that I am not thinking about anything in the past, but I'm looking forward for certain things. I'm aiming that and running the good race to us. ഇപ്പോ നോക്കിക്കേ പൗലോസിന്റെ ജീവിതത്തെ കുറിച്ച് ഇപ്പോ നോക്കിയാൽ എന്താണ് അവസ്ഥ? If you look at Paul's life, what is the situation right now? എല്ലാ അധികാരങ്ങളും ഉണ്ടായിരുന്ന പൗലോസിന് അധികാരങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയപ്പോൾ തന്റെ താൻ മുന്നേ എതിർത്തിരുന്നവർ പോലും തനിക്കെതിരെ നിൽക്കുന്ന അവസ്ഥയത്രേ. Amen. Hallelujah. What happened to Paul? He had all authorities and everything, all the wealth and power and everything.
But now he has come to Christ. People have started persecuting him. Hallelujah. Hallelujah. അവൻ മാനസികമായി മാനുഷികമായ തലത്തിൽ ചിന്തിച്ചാൽ പൗലോസ് പൂർണ്ണ സീറോ ആയി തീർന്നിരിക്കുന്നു എന്ന് കാണാം. If you think in a human way, Paul has become a big zero. എന്നാൽ ക്രിസ്തുവിൽ നമ്മൾ ആത്മാവിൽ അത് എടുക്കുകയാണ് എങ്കിൽ, But if you take that in a spiritual perception, ആ സീറോ അല്ല അവിടെ ആയിരിക്കുന്നത്, അവിടെ ഒരു വിക്ടറി നമുക്ക് കാണുവാൻ കഴിയുമത്രേ. so there is a saying like that, you are zero, but you put God into it, you will become good. Hallelujah. Hallelujah. നമ്മുടെ ജീവിതവും അതുപോലായി തീരണം. Our life should become like that. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എല്ലാം നല്ലതിന് എന്ന് നമ്മൾ ചിന്തിക്കണം. Everything happening in life for a reason and for a good. Hallelujah. Amen. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. Amen. Let me ask you a question. പിതാവാൻ ദൈവം തന്നെയല്ലേ മനുഷ്യനെ ഈ ഭൂമിയിൽ സൃഷ്ടിച്ചത്? Father God Almighty created the humankind on this earth. എനിക്ക് ഈ ഭാഗത്ത് നിന്ന് മുന്നോട്ട് ഈ ആഴ്ച പോകുവാൻ കഴിയുമെന്ന് ഞാൻ ചിന്തിക്കുന്നില്ല. I am not expecting to go forward from this. അതുകൊണ്ട് ഞാൻ ഇതിൽ നിന്ന് തന്നെ അല്പം വിശദമായി അതിലേക്ക് ഇറങ്ങിയിട്ട് നമുക്ക് ഇന്നത്തെ ചിന്ത ഇവിടെ അവസാനിപ്പിക്കാം. Let us go in detail of this and then we will wind up. ദൈവം സ്വന്തം രൂപത്തിലും ഭാവത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് ഉൽപ്പത്തി പുസ്തകം നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാൻ കഴിയും. Genesis chapter 1 verse the whole Genesis chapter 1 talking about the creation, and the Almighty had created the humankind. ദൈവം അതും വെറുതെ അല്ലത്ര മനുഷ്യനെ സൃഷ്ടിച്ചത്, അവന്റെ ഹൃദയത്തിന്റെ ചിന്താഗതിക്കനുസരിച്ച് മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് മാത്രമല്ല, അതിനു മുന്നേ തന്നെ അവന് വേണ്ടതിനെ സകലതിനെയും അവൻ നിവൃത്തിയാക്കി എന്ന് കാണുവാൻ കഴിയുന്നു. He did not create the humankind for a fun. He created everything before putting the human onto this earth. ചിന്തിച്ചു നോക്കിക്കേ, ഇരുട്ടും പാഴുമായി കിടന്ന ഇതിനെ വെളിച്ചമാക്കി തീർത്ത്, Amen. വെള്ളത്തെ രണ്ടായി വേർതിരിപ്പിച്ച് ഭൂമിയെയും സൃഷ്ടിച്ച്, ആ ഭൂമിയിൽ മനുഷ്യന് വേണ്ട സകലതിനെയും സൃഷ്ടിച്ച ശേഷം തൻ്റെ ഹൃദയത്തിൽ കാലങ്ങളായി ഒതുക്കിയിരുന്ന അവൻ്റെ ചിന്താ വിചാരങ്ങളെ മനുഷ്യന്റെ സ്വരൂപത്തിൽ ഈ ലോകത്തിലേക്ക് ഇറക്കി. Amen. The whole universe was null and void. There was nothing, full of darkness. But he separated the darkness and brought the light into it. And then he separated the land and the water. And he separated everything, and whatever required for the human being, he created in a very nice way. And then he had the plan about how to create the humankind. He created in a nice way, blow his own air into the mouth, as a breath into the humankind, and put them onto this earth. വെറുതെ ഈ ലോകത്തിലേക്ക് ആക്കുകയല്ല ദൈവം നമ്മളെ ചെയ്തിരിക്കുന്നത്. He did not place us as a just for a sake. മനുഷ്യനെ സൃഷ്ടിക്കുന്നതിന് നിമിഷങ്ങൾക്ക് മുന്നേ വരെ ഈ ലോകത്ത് അവന്റെ കരത്താൽ ഇല്ലെങ്കിൽ വചനത്താൽ സൃഷ്ടിതമായ സകലതിനുമേലും വാഴുവാൻ തക്കവണ്ണമുള്ള അധികാരത്തോടെ. Hallelujah. Before he created the humankind, just before the human creation, whatever he created on this earth, on everything and over everything, he had given the authority to the humankind. മനോഹരമായ ഏദൻ തോട്ടത്തിൽ അവനെ ആക്കിയിരിക്കുന്നു. And then he placed them into a beautiful garden of Eden. അതോ മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ അവൻ ഏകനായിരിക്കുന്നത് പാഴ ഇല്ലെങ്കിൽ ബുദ്ധിമുട്ട് നല്ലതല്ല എന്ന് കണ്ട് അവനെ ഉറക്കി കിടത്തി അവന്റെ തന്നെ വാരിയെല്ലിൽ നിന്ന് ഒരു സ്ത്രീയെയും കൂട്ടിനായി സൃഷ്ടിച്ചു കൊടുത്തു. He created Adam and then realized that it's not good for a man to be alone, and that is why he created a woman from his own rib. പ്രിയ ദൈവത്തിലെ ഒരു മനുഷ്യ ജീവിതത്തിൽ ദൈവം ഒരു സ്ത്രീയെയും പുരുഷനെയും ഒന്നിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ വേർതിരിപ്പാൻ ഈ ലോകത്ത് ഒരു ശക്തിക്കും കഴിയത്തില്ല. So if God has put a man and a woman together, no power from this world can separate them. അങ്ങനെ ചിന്തിക്കുന്നത് പോലും പാപം എന്ന് വചനം പറയുന്നു. If you are thinking about it itself is a sin. കാരണം ദൈവം ഒന്നിപ്പിച്ചതിനെ അകറ്റി മാറ്റുവാൻ ഒരു ശക്തിക്കും അവകാശമില്ല. If God has put you together as a man and a woman, no power, nothing from the world can separate it.
Even if you think about it, it will become a sin. ഒരുപക്ഷെ നമ്മൾ ജീവിത സാഹചര്യം കൊണ്ട് പറയുമ്പോഴും അല്ല ചിന്തിക്കുമ്പോഴും കോർട്ടിൽ പോയി ഡിവോഴ്സ് എന്നൊരു വാക്കിലേക്ക് കടന്നു പോകുന്നു. Many times we all go through that name, the word divorce. എന്നാൽ ദൈവ പദ്ധതി പ്രകാരം ഒരു കോർട്ടിന് പോലും ദൈവം യോജിപ്പിച്ചതിനെ വേർതിരിപ്പാൻ അവകാശമില്ലത്രേ. Amen. Even for a court, if God's plan is in them, they cannot separate them. ഞാൻ പറഞ്ഞു വന്നത് ഹല്ലേലൂയ, ദൈവം എന്നിട്ട് അവരെ ഒരു മനോഹരമായ പൂന്തോട്ടത്തിൽ ആക്കി നമുക്ക് കാണുവാൻ We കഴിയുന്നു. know that God placed them in the Garden of Eden. അവിടെ അവർക്ക് ആവശ്യമുള്ള സകലതും ഉണ്ടായിരുന്നു. They had everything that required for their life. അതിൽ ഹല്ലേലൂയ ദൈവം അവർക്ക് ഭക്ഷിപ്പാനുള്ളതും സന്തോഷിപ്പാനുള്ളതും എല്ലാം അവർക്ക് അവിടെ നൽകി. God had given everything that required for their life. അത് മാത്രമല്ലത്രേ, മനുഷ്യന് സ്ത്രീയെയും കൂട്ടി ഒരു കൂട്ടായ്മ കൊടുത്തിട്ട് ദൈവം തന്നെ അവരുടെ മധ്യേ ഇറങ്ങി സഞ്ചരിക്കുന്ന ദിവസങ്ങളായിരുന്നു എന്ന്. It's not only that man had a companion as a woman, but not only that, God himself came down to have the fellowship with them. ഇവിടെ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. There's one thing that we need to നിങ്ങൾ understand. വിവാഹ ജീവിതത്തിലേക്ക് കടന്നുവെന്ന് വെച്ചോ, നിങ്ങൾക്കൊരു കൂട്ട് കിട്ടി എന്ന് വിചാരിച്ചോ ഒന്നും പൂർത്തീകരിക്കുന്നില്ലത്രേ. അവിടെയും ദൈവത്തിന്റെ സാന്നിധ്യം മൂന്നാമനായി ഉണ്ടാകണമത്രേ. Amen. Even if you enter into a marriage life or you have got a companion in your life, it's not finishing there. But you need that fellowship of the Lord in midst of you. ദൈവം ഇല്ലാതിരുന്ന, ഇല്ലെങ്കിൽ ദൈവം അവരുടെ മധ്യേ സഞ്ചരിക്കാത്ത ഒരു മേഖലയിലത്രേ ലൂസിഫർ പാമ്പ് രൂപേണ അവിടെ കടന്നു വന്ന് അവരിൽ വിഷം കുത്തിവെച്ചത്. Wherever that fellowship breaks, and that is where the Lucifer comes into as an enemy to enter into your life. ഹല്ലേലൂയ. Hallelujah. ദൈവം കൂടെ സഞ്ചരിച്ച നിമിഷങ്ങളിൽ ഒന്നും ഇവർക്ക് മറ്റൊന്നും ചിന്തിക്കുവാൻ കഴിഞ്ഞില്ല. Whenever the presence of the God was with them, they didn't have anything to think about. വേണമെങ്കിൽ ദൈവത്തിന് അവരെ മനുഷ്യന് കൂട്ടായി ഒരു സ്ത്രീയെ ഉണ്ടാക്കിയതിനു ശേഷം ദൈവത്തിന് വേണമെങ്കിൽ മാറി നിൽക്കാമായിരുന്നു. When God created a companion for the man, God could have taken a leaf from there. എന്നാൽ ദൈവം അവിടെ ഉപേക്ഷിക്കുകയല്ല ചെയ്തത്. അവൻ അവരുടെ കൂടെ ഫെലോഷിപ്പിന് ഭൂമിയിൽ ഇറങ്ങിയെന്ന് നമുക്ക് കാണുവാൻ He did കഴിയും. not leave them alone. He had that fellowship with the man and woman. നിങ്ങൾ ഒരുപക്ഷെ ചിലപ്പോൾ ചിന്തിക്കും, എന്റെ ജീവിതത്തിൽ ഇത് കടന്നു വരുമ്പോൾ ദൈവം ഉറങ്ങുകയാണോ എന്ന്. We always think that when things happen in our life, is God sleeping at that point? നിങ്ങളെ എല്ലാ കാര്യങ്ങളെയും വചനം പറയുന്നു, അവന്റെ തിരുസന്നിധിയിൽ സകലതും തുറന്നും മലർന്നും നഗ്നവുമായി കിടക്കുന്നു എന്ന്. Every single thing about your life, every thoughts, every worries, and every moment of your life is open and naked in the presence of the Lord. ചിലർ ഇങ്ങനെ പ്രകാരം ചോദിക്കുന്നു, ദൈവം ഉണ്ട് എങ്കിൽ ഇത് എങ്ങനെ സംഭവിച്ചു എന്ന് വരെ. Two people ask that question, especially during COVID time. People been asking, why did this happen when if there is a God exists? യഥാർത്ഥമായ ഒരു ദൈവം ഉണ്ടായിരുന്നെങ്കിൽ ഇത് എന്തുകൊണ്ട് സംഭവിച്ചു If എന്ന്. a God really existing, why is this happening? എന്നാൽ നമുക്ക് വചനത്തിൽ കാണുവാൻ കഴിയുന്നുണ്ട്, ദൈവം ഒരു അനർത്ഥവും തന്റെ ജനത്തിന് മേൽ നൽകുന്നില്ല എന്ന്. We know that God is not a God who tests the people with the wrong things. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ നമുക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാം. Let's go back to Genesis. അവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്, മനുഷ്യനെ, ഞാൻ ഇത് പറയുമ്പോൾ സഹോദരന്മാർ ഹല്ലേലൂയ എന്നോട് വെറുപ്പ് തോന്നരുത്. കാരണം മനുഷ്യനെ, പുരുഷനെ സ്പർശിക്കുവാൻ പിശാചിന് അല്പം ബുദ്ധിമുട്ടത്രേ. So when I say this, ladies, do not get upset with me, that it was difficult for Satan or enemy to interfere with a man. നടക്കത്തില്ലെന്നല്ല ഞാൻ പറഞ്ഞ, പക്ഷേ അതൊരു സ്വല്പം ബുദ്ധിമുട്ടായ കാര്യമാണ്. It was, I'm not saying that doesn't happen, but it is little bit hard. അതുകൊണ്ടാണ് മനുഷ്യന്റെ എക്സ്റ്റൻഷനായ സ്ത്രീയെ കേന്ദ്രീകരിച്ച് പാമ്പ് അവിടെ ഇഴഞ്ഞു വന്നത്. And that is why the Satan, the enemy, come as a snake approaching the extension of the man. ഒരു പുരുഷന്റെ വീക്ക് പോയിന്റ് എന്തെന്ന് ചോദിച്ചാൽ, A man's weak point is അവന്റെ ഭാര്യ ആയിരിക്കും. his wife will be the weak point. ഇത് വ്യക്തമായിട്ട് നമുക്കറിയത്തില്ലെങ്കിലും ഭാര്യമാർക്ക് ഒരു പക്ഷെ അറിയത്തില്ലായിരിക്കും, പക്ഷെ പിശാചിന് വ്യക്തമായിട്ട് അതറിയാം. Wives do not understand that very clearly, but Satan did know about it. അതുകൊണ്ടാണ് പിശാച് സ്ത്രീ മുഖാന്തരം കടന്നു വന്ന് പുരുഷനിലേക്ക് സ്പർശിക്കുവാൻ തുടങ്ങി. So Satan really clearly understood which way he should be entering to the man. He went through the woman to the man
and then made all that problems. ഹല്ലേലൂയ. Hallelujah. പ്രിയ ദൈവപൈതലേ, ഞാൻ പറഞ്ഞു ദൈവം സകലതും നല്ലതിനു വേണ്ടി അത്രേ ഉളവാക്കുന്നത്. We know God has created everything for good. എന്നാൽ ഇവിടെ ഈ പിശാച് ഈ സ്ത്രീയിലൂടെ അവിടെ കടന്നു വന്നപ്പോൾ അത് ഒരു പാപചിന്തയായി മാറി നമുക്ക് കാണുവാൻ കഴിയുന്നു. We know that when the Satan entered through the woman, it has become as the thought of sin. ആ പൂന്തോട്ടത്തിലുള്ളത് സകലത്തിനു മേലും വാഴുവാൻ ദൈവം അവരോട് They പറഞ്ഞു. had authority over everything in that എന്നാൽ garden. ദൈവം പറഞ്ഞു ആ നടുക്ക് നിൽക്കുന്ന ആ ഒരു വൃക്ഷത്തിൽ നിന്നുള്ളതിനെ മാത്രം സ്പർശിക്കരുത്. You only asked for one thing to obey, but they have become disobedient. എന്നാൽ മനുഷ്യനായ നമ്മളുടെ ഒരു ബുദ്ധി അത്രേ ഏത് വേണ്ട എന്ന് നിഷ്കർഷിക്കുന്നു അതിലേക്ക് കൂടുതൽ It's ചായുകയുള്ളൂ. very, very common thing that even every human has got. If you've been restricted from something, you have got an infatuation towards it. അതിന് ദൈവവചനം പറയുന്നു, നിങ്ങൾ ദൈവം സ്നേഹമാണെന്നും ആ സ്നേഹത്തിന് ഉടമയായവനിൽ ചേരുമ്പോൾ നമ്മളും സ്നേഹമായി പരിണമിക്കണമെന്ന്. So we know that God is love, but when you are closer with the God, you should also be carrying the love inside of you. എന്നാൽ അത് യഥാർത്ഥമായും പരിണമിക്കണമെങ്കിൽ ആ ദൈവത്തെ നമ്മൾ വ്യക്തമായി അറിയണം. So if you really want to experience the characteristics of God, you should know who's God. ഇതെല്ലാം വ്യക്തമായി അറിയാവുന്ന ദൈവം പിന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, മനുഷ്യർ എന്തുകൊണ്ട് ഹവ്വായിലൂടെ പാമ്പിനെ പ്രവർത്തിക്കുവാൻ തക്കവണ്ണം ഇടവന്നു എന്ന്. We always ask this question, that why did God allow the Satan to work through Eve to get into the sin? Why this is allowed? ഇതിന് ഗൂഗിളിൽ കയറി വിക്കിപീഡിയയിൽ ഒന്നും അന്വേഷിക്കേണ്ട ഒരു ആവശ്യമില്ല. അതിന് ഉത്തരം വളരെ വ്യക്തമാണ്. You don't need to search in the Google or Wikipedia for this. Answer is simple. ദൈവം മനുഷ്യനെ ഒരു യന്ത്ര മനുഷ്യനായിട്ടല്ലത്രേ സൃഷ്ടിച്ചിരിക്കുന്നത്. God has not created the man as a robot. കാരണം മനുഷ്യനെ ജീവനുള്ളവരായിട്ട് തന്നെ അത്ര ദൈവം God സൃഷ്ടിച്ചിരിക്കുന്നത്. created human as a living thing. നമുക്ക് തീരുമാനിക്കാനുള്ള അവകാശം ദൈവം തന്നിരിക്കുന്നു. And He has given us full freedom to decide what you need in your life. ഏത് വേണം വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ അവകാശം ദൈവം നമുക്ക് നൽകിയിരിക്കുന്നു. We have got full authority to decide what we need and what we do not need. അതുകൊണ്ടത്രേ ഹവ്വായുടെയും ജീവിതത്തിൽ ദൈവസന്നിധിയിൽ നിന്ന് അകലപ്പെടുവാൻ ഇടവന്നത്. When Eve was separated from the presence of the Lord, and then she lost that connection with the God, fellowship being broken, and that is where she's been deceived by the Satan. ദൈവം എന്തായിരുന്നു പറഞ്ഞു, നിങ്ങൾ എല്ലാത്തിനുമേലും One. ആധിപത്യമുണ്ട് നിങ്ങൾക്ക്, God given them എല്ലാം നിങ്ങൾ authority. അനുഭവിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞു, എക്സെപ്റ്റ് ആ ഒരു വൃക്ഷത്തിൽ നിന്നുള്ളത്. One thing only He asked them not to take the fruit from the middle, the tree in the middle. But that's only one thing He asked. Other than that, everything they had authority. അപ്പൊ മനുഷ്യന് പൂർണ്ണമായും അവിടെ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നു, അതിൽ നിന്ന് കഴിക്കണമോ വേണ്ടിയോ എന്നുള്ളതിനെ. So Eve had she had freedom to decide whether to pluck the fruit from there or not. മനുഷ്യനത്രേ അവിടെ തീരുമാനമെടുത്തത് ആ പഴം പറിക്കുവാനും കഴിക്കുവാനും. The human, the God's own creation, who had the fellowship before, who had separated from the fellowship, gone to be in the deception, and that is where she plucked the fruit and then taken the decision to have it. ഹല്ലേലൂയ. Hallelujah. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യത്തിന് നിങ്ങൾക്ക് മറുപടി കിട്ടിയോ? Have you got the answer for the question why? എന്തുകൊണ്ട് എനിക്ക് ഇത് എന്നുള്ളതിനെ കുറിച്ച് Always think about it. Why? If you ask why, it's me. കാരണം ഇത് നമ്മളായി തിരഞ്ഞെടുത്തതത്രേ ഇന്നത്തെ ഈ അവസ്ഥ. We had taken this situation as ourselves. ഈ അവസ്ഥയിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ഒറ്റ മാർഗമേയുള്ളൂ. There is only one way for us to come out. മനം തിരിഞ്ഞ് കർത്താവിന്റെ തിരുപാദത്തിലേക്ക് മടങ്ങി വരിക. Return to the presence and the fellowship of the Lord. ഹല്ലേലൂയ. Hallelujah. ഹവ്വായും ആദാമും ചെയ്തത് എന്തായിരുന്നെന്ന് നിങ്ങൾക്കറിയാമോ? Adam and Eve, what were they doing? ഇതെല്ലാം വ്യക്തമായി അറിയാമായിരുന്ന ദൈവം ആദാമേ നീ എവിടെയെന്ന് ചോദിച്ചപ്പോൾ, When God came down, He knew whatever happened in the garden. He just asked a question, Adam, where are you? അവൻ മറഞ്ഞിരിക്കുവാൻ ശ്രമിച്ചു.
he tried to hide behind the tree. അവിടെ CCTV ഒന്നും ഇല്ലായിരുന്നു. There was no CCTV to find him. അവിടെ ഹിഡൻ ക്യാമറ ഇല്ലായിരുന്നു. No hidden camera. എന്നാൽ സ്വർഗത്തിന്റെ ഒരു ക്യാമറ അവിടെ ചലിക്കുന്നുണ്ടായിരുന്നു. Amen. There was a camera of heaven was focusing them. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുന്ന ഓരോ സംഭവ വികാസങ്ങളെയും ഒരു സ്കാനിംഗ് മെഷീൻ, സ്വർഗത്തിന്റെ ഒരു സ്കാനിംഗ് റിപ്പോർട്ട് അവിടെ തയ്യാറാകുന്നുവെന്ന് നിങ്ങൾ കണക്കിലിടണം. Every single thing happening in our life, there is a scanning report getting ready in heaven, because they're focusing from above through to your life what's going on. ആ സ്വർഗത്തിന്റെ ക്യാമറ കണ്ണുകൾക്ക് തടസ്സമായി ഈ ലോകത്തിൽ ഒന്നുമില്ല എന്ന് വചനം പറയുന്നു. There is nothing blocking that camera that's focusing from above. ഹല്ലേലൂയ. Hallelujah. ആകയാൽ ഭയഭക്തി ബഹുമാനത്തോടെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുന്നുവെങ്കിൽ ഇന്ന് കണ്ട മിസ്രൈമിനെ നീ ഇനി കാണത്തേ. So if you are ready to bow down your knees in the presence of the Lord and surrender yourself with the fear of the Lord and the love of the Lord, then you will never see that Mizraim again. അതുകൊണ്ടത്രേ ഹല്ലേലൂയ Proverbs chapter 3 verse 5 verse 6 and 7 ഇപ്രകാരം പറയുന്നത്. Let's read from Proverbs chapter 3 verse 5, 6, 7 then. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. Trust in the Jehovah. Trust in Jehovah with all thy heart. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക എന്ന്. With all thy heart you have to trust in God. എന്താണ് പൂർണ്ണ ഹൃദയത്തോടെ എന്ന് പറയുന്നത്? When you say with all thy heart, നമ്മുടെ ഹൃദയത്തിലെ സകല ചിന്താഗതികളും നീക്കിവെച്ച് നമുക്ക് ഹല്ലേലൂയ രക്ഷ ഒരുവനേ ഉള്ളൂ എന്ന തലത്തിലേക്ക് നമ്മൾ മടങ്ങി വരണം. so let us keep all our fleshly thoughts or human thoughts and your brain and everything separated. എന്നിട്ട് പറയാ സ്വന്തം വിവേകത്തിൽ ഊന്നരുത്. And it says that don't lean and lean not upon thy own ഞാൻ understanding. പറഞ്ഞാൽ പറയും നമുക്കായി ഒരു ചിന്തയെ വേണ്ടേ വേണ്ട. I would say like this, we do not want our own thoughts at all. അതുകൊണ്ടത്രേ വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് നമ്മൾ കുഞ്ഞുങ്ങളെ പോലെ, ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെ പോലെ വീണ്ടും ജനിക്കുന്നവർ ആയിത്തീരണം. And that's why the word says that we should be like the children or the babies who are just born. കാരണം ഇപ്പോൾ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞിന് ചിന്തിക്കുവാൻ കഴിയത്തില്ലത്രേ. If a baby born just now, the baby hasn't got no idea what's going on, കാരണം can't think അവന്റെ about കണ്ണ് anything. കാണാൻ കഴിയുന്നില്ല, ലോകത്ത് എന്താണെന്നുള്ളതിനെ കുറിച്ച് അവന് മനസ്സിലാക്കുവാൻ He കഴിയുന്നില്ല. doesn't know what's going on in the world. മറ്റൊന്നിനെ കുറിച്ചും അവൻ അറിയത്തില്ലാത്തതുകൊണ്ട് ചിന്തിക്കുവാൻ കഴിയുന്നില്ല. He or she doesn't know what's going on in the world, so he's not or she's not thinking about anything. ആകയാൽ ഈ പകൽക്കാലം നിങ്ങളുടെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നുവെങ്കിൽ ഒറ്റ കാര്യം മാത്രമേ നിങ്ങളുടെ ചിന്തയിൽ വരാമുള്ളൂ. പിതാവാം ദൈവം മാത്രമായിരിക്കണം നിങ്ങളുടെ ഹൃദയത്തിലുള്ളത്. So there's only one thing should be coming in your heart, God Almighty. He's Hallelujah. able to make the changes. If you are broken, you want to have a restoration. നിനക്ക് നിന്റെ അപ്പനെ അറിയത്തില്ല, നിന്റെ അമ്മയെ അറിയില്ല. അമ്മയൊക്കെ ഒരു പക്ഷേ നിങ്ങളോട് സെന്റിമെന്റ്സ് അടിക്കുമായിരിക്കാം. Everyone has got sentiments and sympathy for you. ഞാൻ 10 മാസം എന്നെ ഈ ഉദരത്തിലിട്ട് നിന്നെ വളർത്തിയതാണ് എന്ന്. Mothers always say that 10 months I have nurtured you inside me. കാരണം ഞാൻ പലപ്പോഴും കേൾക്കുന്ന ഒരു വാക്കായതുകൊണ്ട് ഞാൻ പറഞ്ഞത്. I also always say this, and pastor do hear that. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ഹല്ലേലൂയ, ഇത്തരം സെന്റിമെന്റ്സ് ഒക്കെ ചിലപ്പോൾ കടന്നു വരും. The sentiments are existing still. ഞാൻ എന്റെ കുടുംബത്തെ വിട്ടത് നിനക്ക് വേണ്ടിയാന്ന് ചില സ്ഥലത്ത് ചിലപ്പോൾ കേൾക്കുവാൻ ഇട You വരും. might be hearing that I have left my family just for you. എന്റെ ജീവിത രീതി എല്ലാം അങ്ങനെയാണെങ്കിൽ പൗലോസ് അപ്പോസ്തലൻ പറയാൻ ഒത്തിരി ഉണ്ടായിരുന്നു. And Paul had a lot of things to say. എന്നാൽ അതൊന്നും പൗലോസ് അപ്പോസ്തലൻ ചിന്തിച്ചില്ല. He did not think about anything. മുന്നിലുള്ളതിനെ കണ്ടുകൊണ്ട് വാഞ്ചോടി ഓടുകയത്രേ ചെയ്തത്. He had set an aim in front of him. He actually followed that aim. ഹല്ലേലൂയ. Hallelujah. അതുകൊണ്ട് എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക. In all thy ways acknowledge him. മറ്റൊന്നിനെയും അറിയുന്നവനായി നിങ്ങൾ നിൽക്കണ്ട. Do not have to lean on anything. എനിക്കും നിനക്കും വേണ്ടി ക്രൂശിൽ തന്റെ സ്വന്തം ജീവനെ നൽകിയ യേശുവിനെ നോക്കുക. Only thing that you have to think about Jesus, the one who shed the blood for you and me. അതെന്ന് എനിക്കും നിനക്കും വേണ്ടി സദാകാലം വാദപ്രതിവാദം ചെയ്യുന്ന ഒരുത്തനെ നോക്കുക. And the one who's always mediating for you and me. അതെന്നെ ഹല്ലേലൂയ, പിതാവുമായ സൗഹൃദം അല്ലെങ്കിൽ ആ മഹത്വം മുറുകെ പിടിക്കാതെ മനുഷ്യനായി ഈ ഭൂമിയിൽ ഇറങ്ങിയ യേശുവിനെ നോക്കുക. So we'll have to look at
Christ Jesus, the one who came down without holding his glory of the Lord. അവൻ നിന്റെ പാതകളെ നേരെയാക്കുമെന്ന് വചനം പറയുന്നു. He will direct thy path. അതെ, മറ്റൊരുവനല്ല, അവൻ നിന്റെ പാതയെ നേരെയാക്കുമത്രേ. He will straighten your paths. നിനക്ക് മുന്നിലുള്ള എല്ലാ വളഞ്ഞ വഴികളെയും അവൻ നേരെയാക്കുമത്രേ. All that slanted, all these zigzag അതുകൊണ്ട് roads. വചനം പറയുന്ന സകല ദുർഘടങ്ങളെയും അവൻ ഇടിച്ചു നേരെയാക്കുമത്രേ. Amen. He will break all the obstacles in നീ front of you. വെള്ളത്തിലൂടെ കടന്നാലും അത് നിന്റെ മേൽ ഹല്ലേലൂയ ഓവർകം ചെയ്യത്തില്ലത്രേ. If you go through the water, it will never നീ overflow you. തീയിലൂടെ കടന്നാലും അത് നിന്നെ വേവിക്കത്തില്ലത്രേ. If you go through the fire, it will never burn നീ you. ഒരുപക്ഷെ സിംഹം കൊണ്ട് തള്ളപ്പെട്ടാലും സിംഹത്തിന്റെ അടയുക തന്നെ ചെയ്യുമത്രേ. Even if you've been put into the den of the lion's mouth will നീ be shut. തീച്ചൂളയിൽ തള്ളപ്പെട്ടാലും ആ തീനാവ് നിന്നെ സ്പർശിക്കുവാൻ ഇടവരത്തില്ലത്രേ. Even if you've been thrown into the fire furnace, the fire will never touch you. അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥിക്ക് തണുപ്പുമായി തീരുമത്രേ. Amen, amen. It will be giving health to thy navel and marrow to thy bones. ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ പരിശുദ്ധാത്മാവ് ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടി വ്യക്തമായി I'm പറയട്ടെ. saying this, the Spirit of the Lord reminding us. ഇന്നൊരു പക്ഷേ നിങ്ങൾ രോഗത്തിന്റെ മേഖലകൾക്ക് മേൽ നുറുക്കപ്പെട്ട You അവസ്ഥയായിരിക്കും. might be going through the sicknesses after sicknesses. ഓ പ്രിയ പൈതലെ, ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച സ്വന്തം രൂപത്തിലും ഭാവത്തിലും എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞു. And I know that God has created the human in his own image. അവനെ മണ്ണിൽ നിന്ന് സൃഷ്ടിച്ചു എന്ന് നമ്മൾ He പറയാറുണ്ട്. has been created from the sand. എന്നാൽ ഞാൻ പറയുന്നു, മണ്ണിൽ നിന്നല്ലത്രേ മനുഷ്യനെ സൃഷ്ടിച്ചത്, പൊടിയിൽ നിന്നത്രേ. He is not been created from the sand. He has been created from dust. പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുകളിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്ന വസ്തുവത്രേ. Dust is an irritating thing. ആർക്കും വേണ്ടാത്തതത്രേ. It's not been required എല്ലാവരും anywhere. വേർവിട്ട് മാറ്റി നിർത്തുന്നതത്രേ. Dust is not being considered anywhere. അതിന് ആർക്കും വേണ്ടാത്തത് നിന്നെ സ്വന്തം രൂപത്തിൽ അവൻ സൃഷ്ടിച്ചുവെങ്കിൽ, If he has created you in his own image Oh. from the dust, പ്രിയ ദൈവത്തിനെ മനുഷ്യനെ സൃഷ്ടിച്ചു കഴിഞ്ഞപ്പോൾ when he created the human being, അതില് കിഡ്നി ഉണ്ടായിരുന്നു, it had kidney, അതില് ഹാർട്ട് ഉണ്ടായിരുന്നു, Heart. നിങ്ങൾക്ക് പിന്നെ ശരീരത്തിലെ സകല അവയവങ്ങളിലും അതിലുണ്ടായിരുന്നു. all those organs that you needed for that body was there in that body. എന്നാൽ ആ അവയവങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ, അവയവത്തിന് ജീവനില്ലായിരുന്നു. Only that organs were existing in that body. ഞാൻ പറയട്ടെ, ഒരു മനുഷ്യന്റെ പെർഫെക്റ്റ് ബോഡിയാണ് ദൈവം മണ്ണിൽ പൊടിയിൽ നിന്ന് സൃഷ്ടിച്ചത്. He has just created the image of a human being. അത് വ്യക്തമായി അത് പെർഫെക്റ്റ് ആയ ഒരു ബോഡിയായിരുന്നു ദൈവം സൃഷ്ടിച്ചത്. Yes, he had created a perfect body. അതില് ഒരു കണ്ണില്ലാത്തവനില്ലായിരുന്നു, കണ്ണില്ലാതിരുന്നില്ല. There was no eye lacking. അതില് കിഡ്നി ഇല്ലാതിരുന്നില്ല. Kidney wasn't there. അതിന് കാലിന് നീട്ടക്കുറവില്ലായിരുന്നു. There was no disability. ഇതെല്ലാം ആ രൂപത്തിലുണ്ടായിരുന്നു. Everything was available in that എന്നാൽ image. അതിൽ ജീവനില്ലായിരുന്നു. But there was no life. എന്നാൽ ജീവൻ എപ്പോഴാണ് ഉണ്ടായതെന്ന് നിങ്ങൾക്കറിയാമല്ലോ. But when did the life came into it? ദൈവം തന്റെ മനുഷ്യന്റെ മൂക്കിലൂടെ അവന്റെ തന്റെ സ്വന്തം ശ്വാസത്തെ പകർന്നപ്പോഴത്രേ അതിൽ ജീവൻ വെച്ചത്. When he blew his own breath into that image, that's where the life came അവന്റെ upon. ശ്വാസം എന്ന് പറയുന്നത് എന്താണ് ദൈവ പൈതലേ? What is his breath? ഓ അവന്റെ വചനമല്ലാതെ മറ്റെന്തത്രേ? His word is the breath in our life. അങ്ങനെ അവന്റെ പ്രോമിസ് അല്ലാതെ മറ്റെന്താണത്? His promises are our breath. അത് ദൈവമേ, നിന്റെ ജീവനില്ലാത്ത അവസ്ഥകൾക്ക് മേൽ അവന്റെ പ്രോമിസിനെ നീ ഇറക്കുവാൻ തയ്യാറാണ്. Wherever you think there is no life in my life, but his word will come and act on it. അതെ ദൈവമേ, അത് തന്നെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. That's what I said in the beginning. നിങ്ങൾക്ക് ലഭിച്ച സകല പ്രോമിസുകളെയും Every promises that you ഈ receive, പകൽക്കാലം നിങ്ങൾ താലോലിപ്പാൻ തയ്യാറാണ് are you ready to nurture the promises? ജീവനില്ലാത്ത അവസ്ഥകൾക്ക് മേലെ ജീവൻ പകരപ്പെടുമത്രേ. He will provide the life into the death situations. അതേ ജീവനില്ലാത്ത ശരീരത്തിന്റെ അവയവങ്ങൾക്ക് മേലെ ജീവൻ പകരപ്പെടുമത്രേ. You will get the life into the organs where you have found it as not functioning. അതുകൊണ്ടത്രേ ഞാൻ വിളിച്ചു പറയുന്നത് വചനം അയച്ചവൻ സൗഖ്യമാക്കുന്നവനെന്ന്. Amen. Hallelujah. I will proclaim here that he will send his own word and give the healing to us. അതുകൊണ്ടത്രേ ഞാൻ പറയുന്നത് വായിൽ നിങ്ങളുടെ ജീവനും മരണവും നൽകിയിരിക്കുന്നു എന്ന് വചനം And that's പറയുന്നത്. what the word says, that you have got life and death at the tip of your tongue. അതേപോലെ ദൈവം നിങ്ങൾക്ക് ചൂസ് ചെയ്യാനുള്ള അവകാശം നിന്നിലത്രേ And he had given you authority to choose what you need. ഹവ്വ തനിക്ക് വേണ്ടതിനെ
അവൾ തിരഞ്ഞെടുത്തു. Eve had selected what she wanted. അതുകൊണ്ട് അവൾ ഹല്ലേലൂയ പാപത്തിലും ഭാരത്തിലേക്ക് And തള്ളപ്പെട്ടു. that's why she had put herself into the sin. ഓ മനുഷ്യൻ അതിനെ ഏറ്റുപിടിച്ചത്, പുരുഷൻ അതിനെ ഏറ്റുപിടിച്ചത് കൊണ്ട് And the man followed what Eve had done. അവൾ ജീവിതകാലം മൊത്തം ഭൂമിയിൽ അധ്വാനിക്കുവാൻ തള്ളപ്പെട്ടു. And he had been thrown into the earth to work hard. ഓ എന്നാൽ അതിനെ എല്ലാം വീണ്ടെടുക്കുവാനായിട്ട് But he had been redeemed everything. അതിന് തന്റെ പുത്രനായ ഏകജാതനായ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചു. He had sent his own begotten son to പാപം this earth. ചെയ്യാതെ തന്നെ അവനെ പാപിയാക്കപ്പെട്ടു. He did not do any sin, but he'll become ഓ sin. എന്റെയും നിന്റെയും പാപം അവൻ തന്റെ ചുമലിൽ ഏറ്റെടുത്തു. He had taken your sin and my sin onto the cross. അതുകൊണ്ടത്രേ വചനം നിങ്ങളോട് പ്രബോധിപ്പിക്കുന്നത് ഇപ്രകാരം. And that is why the word is reminding us. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ തന്റെ അടുക്കൽ വരികയെന്ന. All those who are burdened and worried and anxious, അതേ come നീ closer to പകൽക്കാലം me. അവന്റെ തിരുസന്നിധിയിൽ മുട്ടുമടക്കുവാൻ തയ്യാറാണ് എങ്കിൽ If you are ready to bow down in the presence of the Lord, മറ്റുള്ളവന്റെ മുന്നിലല്ലത്രേ പിതാവാം ദൈവം അയച്ച ഏകജാതനായ പുത്രന്റെ it's മുന്നിൽ not before any other God, but only God, that He is the begotten Son of the Almighty God. കാരണം അവൻ മാത്രമത്രേ നമ്മുടെ പാപങ്ങളെയും ശാപങ്ങളെയും വഹിച്ചത്. He is the only God who had carried all your sin and the curses on the cross. അതുകൊണ്ടത്രേ യേശു ഇപ്രകാരം വാഗ്ദത്തം And ചെയ്യുന്നത്. that's why Jesus given you the assurance. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായവരെ തന്റെ Amen. അടുക്കൽ വരികയെന്ന. Hallelujah. All those who are burdened and anxious, come closer to me. I will look after you. കാരണം അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നവനത്രേ. Because He is the God who carried your sin. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നവനത്രേ. And He is the God who carried all your ഈ curses. ലോകത്തിൽ ഒരുവനും നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. No one can save you from this ഈ world. ലോകത്തിലുള്ള ഒരുവനും നിന്നെ നുറുക്കപ്പെട്ട ഹൃദയത്തെ മുറിവ് കെട്ടുവാൻ പറ്റത്തില്ല. No one can restore your wounds. ഓ എനിക്കും നിനക്കും വേണ്ടി മുറിക്കപ്പെട്ടവന് മാത്രമേ അത് കഴിയത്തുള്ളൂ. Only God, the one who died on the cross for you and me, He is the only one can restore and mend you all your wounds. അവൻ സകലരെയും ഓവർകം ചെയ്യുന്നവനത്രേ. Amen. He is a God who overcome every situation. അതുകൊണ്ട് അത് നിന്റെ നാഭിക്ക് ആരോഗ്യവും അസ്ഥിക്ക് തണുപ്പുമായി തീരുക തന്നെ So it will ചെയ്യുമത്രേ. become a health to thy navel and marrow to thy bones. ഹല്ലേലൂയ. Hallelujah. ഇന്ന് ലോകത്ത് സംഭവിക്കുന്നത് കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നുണ്ട്, When the world is facing the situation right ഓ now, ദൈവം യേശു കർത്താവ് ഈ ലോകത്ത് കടന്നു വന്നത് എന്തിനെന്ന്. we would think that why did Jesus ഓ came to അവൻ this തന്റെ world? സ്വന്തം ജനത്തിന് വേണ്ടി ഇസ്രായേലിയർക്ക് വേണ്ടി കടന്നു വന്നു He എന്ന്. came for Israelites. അതെ ഇസ്രായേലിയർക്ക് വേണ്ടി അവൻ കടന്നു വന്നതത്രേ. Yes, He did come for the ഓ Israel. എന്നാൽ അവർ തള്ളിക്കളഞ്ഞത് കൊണ്ട് അത് നമുക്ക് ലാഭമായി തീർന്നുവെന്ന്. They had abandoned Him. That's why it has become a profit for എന്ന് us. വെച്ച് അവൻ അവരെ തള്ളിക്കളഞ്ഞിട്ടില്ല ദൈവജനമേ. But they haven't. He hasn't abandoned them. ഓ അവരെ മടക്കി വരുത്തുവാൻ അത്ര ഇനി ലോകത്ത് യുദ്ധങ്ങൾ All this സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. happening right now in Israel, everything is going to be to return them back to Him. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ താഴത്തിൽ ഇറങ്ങുന്നില്ല. I am not going into detail there, പക്ഷെ ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയട്ടെ. but I will tell you something ഓ here. വചനം വ്യക്തമായി പറയുന്നു, ഇന്ന് ഇസ്രായേലിനെ സഹായിക്കുന്ന സകലരും ലജ്ജിപ്പാൻ ഒരു കാലം വരുമേ വരും. There will be a time, and the word says that there will be a time that all those who are supporting Israel will be sorrowful and weeping. അത് എന്തിനെന്ന് നിങ്ങൾക്കറിയാമോ? Do you know why? Because അത് അവരെ ലജ്ജിപ്പാൻ അല്ലത്രേ. it's not for them to be put to കാരണം shame. ദൈവ പദ്ധതി അത്ര ഇസ്രായേൽ മടങ്ങി ദൈവത്തിൽ It is ആശ്രയിക്കുന്നത്. His plan that Israel to return to Him, and it will be happening soon. അതുകൊണ്ടത്ര വചനം പറയുന്നത് പെറ്റുനോവ് കിട്ടിയ സ്ത്രീയെ പോലെ അവൻ മുറവിളയിടുമെന്ന്. And that is why it says that they will be crying like a woman who's giving birth. എന്നാൽ അവർ മടങ്ങി ദൈവത്തിലേക്ക് മടങ്ങി വരുന്ന ദിവസത്തിൽ The day that they return to the Lord Almighty, ലോകം അവന് സപ്പോർട്ടില്ലായിരിക്കാം. there won't be anyone supporting Israel. സപ്പോർട്ട് ചെയ്യുന്ന ഇന്ത്യയും അമേരിക്കയും മറ്റ് രാജ്യങ്ങൾ അവർക്ക് എതിരായി നിൽക്കുമായിരിക്കാം. All other nations may stand against Israel. എന്നാൽ അന്ന് വചനം പറയുന്നു, യഹോവയാം ദൈവം അവർക്ക് വേണ്ടി യുദ്ധം Amen. ചെയ്യുമെന്ന്. Hallelujah. The word says that God Himself will fight the battle for them. അതേ ദൈവമേ, പകൽക്കാലം മനസ്സ് നുറുങ്ങി മുറിവപ്പെട്ട പ്രിയ ദൈവമേ, നിന്നോട് ഞാൻ പ്രയോഗിച്ചു പറയട്ടെ. If you are really anxious about your situation and you're burdened and you're broken in your നീ situation, യഥാർത്ഥമായും യഹോവയെ
ദൈവമേൽ ആശ്രയിക്കുന്നു എങ്കിൽ you're really relying upon the അവൻ God തന്നെ Almighty, നിനക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്ന ദിനങ്ങളെത്രയോ നിനക്ക് മുന്നിലുള്ളത്. Himself will fight the battle for you. നിങ്ങൾ ഹല്ലേലൂയ വിശ്വസിക്കുന്നുവെങ്കിൽ If you're really believing this, ദൈവസന്നിധിയിൽ ചാടി എഴുന്നേറ്റാട്ടെ. can you stand upon your feet in the presence of God? Can you say loudly to the Lord? പറയുന്നു, നിന്റെ നാവിൽ മരണവും ജീവനും നൽകിയിരിക്കുന്നു. As we know, the life and the death at the tip of your tongue. ഞാനും എന്റെ തലമുറയും യഹോവയിൽ ആനന്ദിക്കുമെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Say to the Lord, in the presence of the Lord, that myself and my household will serve the living God. തന്നെ ചെയ്യുമെന്ന്. My generations will be blessed. ഇന്ന് കണ്ട മിസ്രൈമേ ഇനി ഒരു കാലത്തും ഞാൻ കാണത്തില്ല. I will not be seeing this situation anymore in my life. 1000-10,000 ഇടതും വലതും വീണാലും 1,000 and 10,000 may fall on your sides. ഞാൻ നിൽക്കുക തന്നെ ചെയ്യുമത്രേ. I will stand steadfastly. ഒരു ബാധയും എന്റെ കൂടാരത്തിൽ അടുക്കത്തില്ലത്രേ. No weapon will come closer to me. ഇന്ന് കണ്ട രോഗത്തിന്റെ അവസ്ഥ ഇനി കടക്കത്തില്ലത്രേ. No sickness will come back to me. ഇനി ഒരു ജലപ്രളയം എന്റെ ജീവിതത്തിൽ ഇല്ല. No more flood into my life. ഒരു അഗ്നി ജീവിതം എന്റെ ജീവിതത്തിൽ ഇല്ല. No more fire furnace in my life. കാരണം യഹോവ ദൈവം ഇപ്രകാരം Oh, Rabashi, Babarakalera. Rema Babashi, Marabalere. Marakalera, Bashabarakalera. We receive it in the name of the Lord. Hallelujah, we proclaim that. No fire furnace, no burdens, no anxiety in your life. We receive it in the name of the Lord Jesus. Rima Hashabarabalere. Rima Larabashagaralere, Barakalera. We claim the peace and the love and the joy in our life, O Lord. Rabashima Rababa, Ramalaraba, Rika Rabashikaralare. യേശുവിന്റെ നാമത്തിൽ hallelujah. We receive all the promises right now in the name of the Lord Jesus. We claim all this into our life, peace into our life. Amen. Hallelujah. Rabashima Baba, Ramalaraba, Rika Rabashima Rakalarabe. We receive it, Lord Jesus. Amen. Hallelujah. Hallelujah, Jesus. Thank you, Lord. Thank you, Lord. Hallelujah. മനം തകർന്നവരെ അവൻ സൗഖ്യമാക്കും. Those who are broken, He will heal them and mend them. അവരുടെ മുറിവുകളെ കെട്ടും. He will bind their wounds. വാ തുറന്ന് വിളിച്ചു പറഞ്ഞാട്ടെ പ്രിയ ദൈവമൈതലേ. If you are in that situation, open your mouth and claim it. ഓ മനം തകർന്ന അവസ്ഥയിൽ സൗഖ്യമാക്കുന്ന ഒരു Amen. ദൈവം എനിക്കുണ്ടോ എന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Tell to the enemy and to the world, I have a God who can heal my wounds. ഓ എന്റെ ജീവിതത്തിന്റെ സകല മുറിവുകളെ മുറിവ് കെട്ടുന്ന ഒരു എനിക്കൊരു പ്രിയ നാഥനുണ്ടെന്ന് വിളിച്ചു പറഞ്ഞാട്ടെ. Say to the world and to the enemy, I have a master who is able to control my ഓ life. വചനം പറയുന്ന നീതിമാൻ നിലവിളിച്ചു അവന്റെ പ്രാർത്ഥന അവൻ കേട്ടു. The word say that the righteous cry out, He heard the voice of the cry. പകൽക്കാലം നിങ്ങൾ ജീവിതത്തിൽ ഒരു തീരുമാനമെടുത്താട്ടെ. This day, you take a decision in your life. ഓ ഞാൻ കരയുന്നുവെങ്കിൽ ഒരുവന്റെ മുന്നിൽ മാത്രമേ കരയത്തുള്ളൂ. If I cry, I will cry in front of only one person. നീതിമാനായ എന്റെ യഹോവയുടെ മുന്നിൽ മാത്രമേ ഞാൻ And കരയത്തുള്ളൂ. only before the righteous God of Jehovah. അത് മനുഷ്യരുടെ മുന്നിലെ കരച്ചിൽ നിർത്താ. I am stopping my cry in front of the human അത് being. ഞാൻ യഹോവയുടെ മുന്നിൽ കരയും. I will cry out in the presence of my righteous God. മുറിവുകളെ കെട്ടുന്നവനത്രേ. He will be binding my wounds. എന്നെ സകല കഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കുന്നവനത്രേ. He will deliver me from all my troubles. Rabashi Baba, Ramadaraba, Rikabashakarala, Rimaribi Rikarabalara. Yes, Lord, hallelujah. He's a miracle working God. Yes, Lord Jesus. Yes, hallelujah. ദൈവം ആദാമിനോട് ഹവ്വായും എവിടെയെന്ന് ചോദിച്ചപ്പോൾ When God ഒരു asked that question, repentance അവന്റെ മനസ്സ് ഹൃദയത്തിൽ നിന്ന് പുറത്തു വന്നിരുന്നുവെങ്കിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കുന്നു അവർ ആ ഏദൻ തോട്ടത്തിൽ തള്ളപ്പെടത്തില്ലായിരുന്നു എന്ന്. Amen. I believe when God asked that question, where are you? When there was a repentance in front of the Lord, if Adam and Eve were ready to be repent,
then they would have been abandoned from the Garden of Eden. പ്രിയ ദൈവമക്കളെ, മറ്റുള്ളവരെ പഴിചാരുന്നത് ഈ പകൽക്കാലം ഒന്ന് നിർത്തിയാട്ടെ. Let us all stop complaining about others. അതിനെ മറ്റുള്ളവരുടെ മേൽ പഴിചാരി രക്ഷപ്പെടുന്ന അവസ്ഥയൊന്ന് മാറ്റിയാട്ടെ. Like Eve had done it or Adam had done it, let us stop complaining that it has happened because of somebody. പകൽക്കാലം ഒന്ന് മുഖം തിരിച്ച് യഹോവയാം ദൈവത്തിലേക്ക് നോക്കിയാട്ടെ. Let us stand to the living God, the Almighty God, and say that, Lord, I have done something വചനം wrong. പറയുന്നു, അവന്റെ പ്രകാശിതമായ മുഖത്തേക്ക് നോക്കിയ ഒരുവൻ പോലും ലജ്ജിക്കുവാൻ അവൻ ഇടവരുത്തിയിട്ടില്ല. And the word had told us that if you look upon the and righteous face of Lord Almighty, you will be enlightened. അതെ, ആ ദൈവത്തിന്റെ ദിവ്യ പ്രകാശം നിങ്ങളെ ഈ ആഴ്ചകളിൽ നിറയ്ക്കുന്ന ദിവസങ്ങളായി In coming days, we will be experiencing that enlightenment in my life, and in our life the light will come up. അതെ, നീ ആ ദൈവത്തിന്റെ പ്രകാശത്താൽ നിറയപ്പെടുന്ന ദിവസങ്ങളായി We will be covered by the light of the Lord. അത് ദൈവവചനം പറയുന്ന പ്രകാരം ഇനി സൂര്യചന്ദ്രന്മാരല്ലത്രേ നിങ്ങൾക്ക് വെളിച്ചം പകരുന്നത്. As the word says that it's no more the moon or sun give you the lights. അതേ, സൂര്യനിലും ചന്ദ്രനിലുമുള്ള നിന്റെ പ്രത്യാശ ഒന്ന് നിർത്തിയാട്ടെ. So stop your assurance or your the dependence to the light of the moon or the sun. നാളെ സൂര്യൻ ഉദിച്ചാലും ഇല്ല എങ്കിൽ, Even if the sun goes up or not, നീ അന്ധകാരത്തെ പെടത്തില്ലത്രേ. കാരണം നിനക്ക് പ്രകാശം പകർന്ന് യഹോവയാം you will never be into the darkness anymore, because the God Almighty Himself giving you the light. In Jesus' name we pray. In Jesus' mighty name we ഇന്ന് pray. കടന്നു വന്ന ഓരോരുത്തരുടെയും മുറിവുകളെ കെട്ടുന്ന അവിടുത്തെ ദിവ്യ സാന്നിധ്യത്തിനായി സ്തോത്രം ചെയ്യുന്നു. Lord, thank you for your mighty presence in the midst of us, for mending each of our wounds. എല്ലാ മുറിവുകളും ഉണങ്ങിയതിനായി സ്തോത്രം. Amen. Thank you, Lord, for healing all the wounds inside of us. എന്റെ സകല ഭാരങ്ങളും മാറിപ്പോയി. Thank you, Lord, for taking all the burdens away from us. എല്ലാ അന്ധകാരത്തിന്റെ മേഖലകളും മാറിപ്പോയി. All the darkness moved away from us. Oh, let us rejoice in the presence of the Lord. Let us rejoice in the presence of the Lord. നിങ്ങളുടെ കരത്തിലുള്ള സകലതയും ഒന്ന് പൂർണ്ണമായി അഴിച്ചിട്ട് ദൈവസന്നിധിയിൽ നൃത്തം ചവിട്ടുന്ന ദിവസമാകട്ടെ. Amen. Let it be the day that you give everything that is in your mind. Give it to the Lord, and this is a time to rejoice. യഥാർത്ഥമായും നിങ്ങൾ സകലതും അഴിച്ചു വെച്ചെങ്കിൽ ഈ പകൽക്കാലം നിങ്ങളിൽ നൃത്തം ചവിട്ടുന്ന ദിവസമല്ലേ. If you really put down every botheration of your life, then you will experience the rejoicing experience of the Lord. നൃത്തം ചവിട്ടുന്നതിലുപരിയായ തലത്തിൽ More than how the David was dancing. Amen. 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 May His favor be upon you and 1,000 generations, and your family, and your children, and their children, and their children. May His favor be upon you and 1,000 generations, and your family, and your children, and their children, and their children, and their children, and their children. Amen. 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 Oh, yes, Lord, we receive it. Right now, your favor coming upon us. May His face go before you and
behind you and beside you, all around you and within you. He is with you, He is with you in the morning, in the evening, in your coming and your going, in your weeping and rejoicing. He is for you, He is for you, He is for you, He is for you. Amen, 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 be upon you and 1,000 generations, and your family and your children and their children and their children. May His favor be upon you and 1,000 generations, and your family and your children and their children and their children and their children and their children. Receive the favor. Amen. Hallelujah. Yes, Lord. We know that wherever we go, your favor follows us to the 1,000 generations, and our family, and our children, and their children, and their children. We claim it right now. The favor of the Lord. Oh, yes, Lord. Mighty blessing. Receive it. Amen. 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 May His blessings go before you and behind you and beside you, all around you and within you. He's with you, He's with you in the morning, in the evening, in your coming and your going, in your weeping and rejoicing. He's for you, He's for you, He's for you, He's for you. Thank you, Lord, for the wonderful evening, God. You made a special day for us, Lord. You made us, gave us a spirit. I know that you came here once and blessed each of us, Lord. Bless us, keep us safe, and wherever we go, keep us safe, Lord. Bless us. In Jesus' name we pray. Amen. 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 Amen.